Good afternoon, all. Good afternoon. Good afternoon, miss. Good afternoon. Reply ഒന്നും ഇല്ലല്ലോ. ക്ലാസ് സ്റ്റാർട്ട് ചെയ്താലും എന്ത് പറ്റി എല്ലാരും ചെറുള്ളൂ കുറച്ച് പേര് കയറുണ്ടല്ലേ ക്ലാസ്സിലെ. ഓക്കെ, നമ്മുടെ ക്ലാസ് സ്റ്റാർട്ട് ചെയ്തതാണ്. അപ്പൊ നമ്മള് ലാസ്റ്റ് വൺ ക്ലാസ്സിൽ നമ്മൾ ട്രെയിനിങ് ആൻഡ് ഡെവലപ്മെന്റ് ചാപ്റ്റർ കംപ്ലീറ്റ് ആയി. ദെൻ പുതിയൊരു ചാപ്റ്റർ ആണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത് പറഞ്ഞു. ദെൻ എനിക്ക് തോന്നുന്നു കഴിഞ്ഞ വീക്കിൽ നമുക്ക് ക്ലാസ് കിട്ടിയിട്ടില്ല, നമ്മൾ തമ്മിൽ കണ്ടുകിട്ടിയില്ല അല്ലെ. അപ്പോ നമുക്ക് തുടങ്ങാം. നമുക്ക് ചാപ്റ്റർ 3, ചാപ്റ്റർ 5, മാനേജിങ് എംപ്ലോയി ബെനിഫിറ്റ്സ് ആൻഡ് എംപ്ലോയി റിലേഷൻസ്. ഓക്കെ, എംപ്ലോയി ബെനിഫിറ്റ്സ് എന്നുള്ള ചാപ്റ്റർ ആണ് നമ്മൾ ഇനി എടുക്കാൻ പോകുന്നത്. അപ്പൊ നമ്മള് എന്താണ് ട്രെയിനിങ് ആൻഡ് ഡെവലപ്മെന്റ് ഒരു ചാപ്റ്ററിലൂടെ നമ്മൾ എംപ്ലോയീസിനെ എന്താണ് ജോബിലോട്ട് കയറ്റാനായിട്ടുള്ള ട്രെയിനിങ്സും ഡെവലപ്മെന്റ് പ്രോഗ്രാമുകളൊക്കെ കുറിച്ചൊക്കെയാണ് പറഞ്ഞത്. ദെൻ അവര് ട്രെയിനിങ്ങും ഡെവലപ്മെന്റ് പ്രോഗ്രാംസിലൂടെ അവർ ജോലിയിൽ അറ്റൻഡ് ചെയ്തു. ദെൻ ഇനി അവർക്ക് ജോലിയിൽ എംപ്ലോയീസിന് ജോലിയിൽ നിന്ന് ലഭിക്കുന്ന ബെനിഫിറ്റ്സുകളെ കുറിച്ചാണ് നമ്മൾ ഈ ഒരു ചാപ്റ്ററിലൂടെ പഠിക്കാൻ പോകുന്നത്. ദെൻ കുറെയൊക്കെ ബെനിഫിറ്റ്സുകൾ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് കോമൺ ആയിട്ട് കുറച്ചൊക്കെ കാര്യങ്ങൾ അറിയാം. ദെൻ നിങ്ങൾക്ക് അറിയാത്തതായിട്ടുള്ള കുറച്ച് പുതിയ ടേംസ് ആൻഡ് കണ്ടീഷൻസുകളും അതുപോലെ തന്നെ ബെനിഫിറ്റ്സുകളും കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഈ ഒരു ചാപ്റ്ററിലൂടെ പഠിക്കാൻ പോകുന്നത്. കുറച്ച് ലെങ്തി ചാപ്റ്റർ ആണ്. നമ്മൾ ട്രെയിനിങ്ങും ഇൻട്രൊഡക്ഷൻ ഒക്കെ പോലെ അത്ര ചെറിയൊരു ചാപ്റ്റർ അല്ല, അത്യാവശ്യം പേജസ് കൂടുതലുണ്ട്. എങ്കിലും കുഴപ്പമില്ല, നമ്മൾ എപ്പോഴും എടുക്കുന്ന പോലെ നമ്മുടേതായ രീതിയിലോട്ട് അതിനെ മാറ്റി സിമ്പിൾ ആയിട്ട് നമുക്ക് പഠിക്കാം. ഓക്കെ, നമുക്ക് ചാപ്റ്റർ സ്റ്റാർട്ട് ചെയ്യാലോ. ദെൻ എംപ്ലോയി ബെനിഫിറ്റ്സ്. എന്താ എംപ്ലോയി ബെനിഫിറ്റ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, എംപ്ലോയി ബെനിഫിറ്റ്സ് എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് അറിയാവുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ് അതാണ് നമുക്ക് ചർച്ച ചെയ്യാം അല്ലെ. എംപ്ലോയി ബെനിഫിറ്റ്സ് എന്ന് പറയുന്നത് എന്താണ്? ബെനിഫിറ്റ്സ് എന്ന് പറയുമ്പോൾ സാലറി ആണോ ബെനിഫിറ്റ്സ് എന്ന് ഉദ്ദേശിക്കുന്നത്? ആണോ? ഒരു എംപ്ലോയി വർക്ക് ചെയ്യുന്നതിനനുസരിച്ചിട്ട് അവന് ശമ്പളം കൊടുക്കുന്നുണ്ട്, അല്ലെങ്കിൽ സാലറി അവന് കിട്ടുന്നുണ്ട്, അതിനെയാണോ ഈ ബെനിഫിറ്റ് എന്ന് പറയുന്നത്? ആണോ? എംപ്ലോയിക്ക് നമ്മൾ വർക്ക് ചെയ്യുന്നതിന് കൊടുക്കുന്ന സാലറി ആണോ ബെനിഫിറ്റ്സ്? അല്ല. പിന്നെ ബെനിഫിറ്റ്സ് എന്ന് ഉദ്ദേശിക്കുന്നത് എന്തായിരിക്കും എന്ന് ആലോചിച്ച് നോക്കി. ബെനിഫിറ്റ്സ് എംപ്ലോയിക്ക് നമ്മൾ കൊടുക്കുന്ന ബെനിഫിറ്റ്സ് എന്ന് പറയുമ്പോ ആലോചിച്ച് നോക്കൂ, എന്താണ് ബെനിഫിറ്റ്സ്? ഒന്നുമില്ല. നിങ്ങളുടെ അഭിപ്രായം ഉണ്ട് ഞാൻ ചോദിക്കുന്നത്. നിങ്ങൾ തെറ്റിപ്പോകും എന്ന് വിചാരിച്ചിട്ട് പറയാതിരിക്കണ്ട, അങ്ങനെയൊന്നുമില്ല. നിങ്ങളുടെ അഭിപ്രായങ്ങളാണ്. ചിലപ്പോൾ അത് ശരിയായിരിക്കാം, ചിലപ്പോൾ നിങ്ങൾക്ക് അറിയാത്ത കാര്യങ്ങൾ ഉണ്ടാവാം അല്ലെ. സാലറിക്ക് പുറമെ കൊടുക്കുന്ന എക്സ്ട്രാ തന്നെയാണ് നമ്മൾ ബെനിഫിറ്റ്സ് എന്ന് പറയുന്നത്. ഇനി എന്തൊക്കെയാണ് ഈ സാലറിക്ക് പുറമെ കൊടുക്കുന്നത്? ഏതെങ്കിലും എക്സാമ്പിൾ പറയാമോ? ഇൻസെന്റീവ്സ് ഒക്കെ. യെസ്, ഇൻസെന്റീവ്സ് നമുക്ക് പറയാം അല്ലെ. അതുപോലെ ബോണസ്. വേറെ എന്തൊക്കെയാണ്? നിങ്ങൾ പറഞ്ഞോളൂ. നിങ്ങൾ തെറ്റിപ്പോകും എന്ന് വിചാരിച്ച് പറയണ്ട, പറയാതിരിക്കണ്ട കേട്ടോ. നിങ്ങളൊന്ന് കമന്റ് ചെയ്യാം കേട്ടോ. തെറ്റിപ്പോകുന്നെന്ന് വിചാരിക്കണ്ട. ചിലപ്പോ അധികം പേർക്ക് അറിയില്ലായിരിക്കാം ഇതിനെ കുറിച്ച്. കുഴപ്പമില്ല, നിങ്ങളുടെ ചെറിയൊരു അറിവിൽ ഉണ്ടാവുമല്ലോ. TAD ഒക്കെ വരുന്നു, ദെൻ PF വരും അല്ലെ. അങ്ങനെയുള്ള ESI വരാം, PF, അതൊക്കെ സാലറിക്ക് പുറമെ അല്ലെ. ഹെൽത്ത് ഇൻഷുറൻസുകൾ വരാം. സോ ഇതിനെയൊക്കെയാണ് നമ്മൾ എന്ത് വിളിക്കുക? എംപ്ലോയി ബെനിഫിറ്റ്സ് എന്ന് പറയുന്നത്. ക്ലിയർ ആണോ? എന്താണ് എംപ്ലോയി ബെനിഫിറ്റ്സ് എന്ന ഐഡിയ കിട്ടിയോ? നമുക്ക് ചാപ്റ്ററിന്റെ പേര് എന്താണെന്ന് മനസ്സിലാക്കണ്ടേ, എന്നിട്ടല്ലേ നമുക്ക് ചാപ്റ്ററിലോട്ട് പോകാൻ പറ്റുള്ളൂ. ഓക്കെ, അതുകൊണ്ടാണ് ഞാൻ നിങ്ങൾക്ക് തന്നെ ചോദിച്ച് പറയിപ്പിക്കുന്നത്. അപ്പൊ എംപ്ലോയീസിന്റെ ബെനിഫിറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവൻ വർക്ക് ചെയ്യുന്നതിന് നമ്മൾ സാലറി കൊടുക്കുന്നുണ്ട് കമ്പനിയിൽ. ആ സാലറിക്ക് പുറമെ എംപ്ലോയീസിന് കമ്പനികൾ PF കൊടുക്കും, ESI കൊടുക്കും, മറ്റ് ഇൻഷുറൻസുകൾ ഉണ്ടാകും. അതുപോലെ എന്താണ് ബോണസ് കൊടുക്കും, പ്ലസ് സാലറി പ്ലസ് ഇൻസെന്റീവ്. അങ്ങനെയല്ലേ പറയുന്നത്? അങ്ങനെയല്ലേ കമ്പനി ഓഫർ ചെയ്യുന്നത്? നമ്മളൊരു ഇന്റർവ്യൂവിനൊക്കെ പോകണേണ്, സാലറി പ്ലസ് ഇൻസെന്റീവ്, അല്ലാതെ സാലറിയുടെ ഒപ്പം ഇൻസെന്റീവും കൂടി ആഡ് ചെയ്തിട്ടല്ല ഒരു കമ്പനിയും പ്രൊവൈഡ് ചെയ്യുന്നത് അല്ലേ. സാലറി തരും, അതിനൊപ്പം പ്ലസ് ഇൻസെന്റീവ് എത്രയാണോ അത് സെപ്പറേറ്റ് ആയിരിക്കും. സോ ഇത് നമുക്ക് നമ്മുടെ ചാപ്റ്ററിലോട്ട് കിടക്കാം കേട്ടോ. ഇനി ആർക്കെങ്കിലും മനസ്സിലാവാത്തതുണ്ടോ ബെനിഫിറ്റ്സ് എന്ന് പറയുന്നത് എന്താണ്? എംപ്ലോയി ബെനിഫിറ്റ്സ് എന്ന് പറയുന്നത് എല്ലാവർക്കും ഒരു ഐഡിയ കിട്ടിയോ എംപ്ലോയി ബെനിഫിറ്റ്സ് എന്താണെന്നുള്ളത്? ഓക്കെ, ഇനി നമുക്ക് നമ്മുടെ ചാപ്റ്ററിലോട്ട് പോകാം. എംപ്ലോയി ബെനിഫിറ്റ്സ്.
കൺസെപ്റ്റ് ഓഫ് എംപ്ലോയി ബെനിഫിറ്റ്സ്. എംപ്ലോയി ബെനിഫിറ്റ്സ് എന്നുള്ള കൺസെപ്റ്റ് എന്താണെന്ന് നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. നോക്കാം. എംപ്ലോയി ബെനിഫിറ്റ്സ് ആർ ഓൾസോ പോപ്പുലർലി നോൺ ആസ് ഫ്രിഞ്ച് ബെനിഫിറ്റ്സ്. ഒന്ന് അണ്ടർലൈൻ ചെയ്യാം കേട്ടോ. എംപ്ലോയി ബെനിഫിറ്റ്സിന് നമ്മള് ഫ്രിഞ്ച് ബെനിഫിറ്റ്സ് എന്ന് പറയും. ഈ ഫ്രിഞ്ച് എന്ന് വെച്ചാൽ അർത്ഥം എന്താണെന്ന് അറിയാമോ? ഫ്രിഞ്ച് എന്ന് വെച്ചിട്ടുണ്ടെങ്കിലേ അരിക് അല്ലെങ്കിൽ കൂടെ, വക്കത്ത് എന്നൊക്കെ നമ്മൾ പറയാറില്ലേ, അതാണ് ഇവിടെ കൂടെ എന്ന് ഉദ്ദേശിക്കുന്നത്. നമ്മൾ പറഞ്ഞു സാലറി പ്ലസ്, സാലറിയുടെ ഒപ്പം, സാലറി കൂടാതെ വരുന്നത്, കൂടെ, അരികെ എന്നൊക്കെ നമ്മൾ പറയില്ലേ, അതിനാണ് ഫ്രിഞ്ച് എന്നുള്ളൊരു മീനിങ് ആ വന്നിരിക്കുന്നത്. സോ നമ്മൾ ഈ എംപ്ലോയി ബെനിഫിറ്റ്സിന് ഫ്രിഞ്ച് ബെനിഫിറ്റ്സ് എന്ന് വിളിക്കുന്നു. അണ്ടർലൈൻ ചെയ്ത എല്ലാവരും എക്സാമിന് ചോദിക്കും കേട്ടോ. എംപ്ലോയി ബെനിഫിറ്റ്സ് ഓൾസോ പോപ്പുലർലി നോൺ ആസ് ഫ്രിഞ്ച് ബെനിഫിറ്റ്സ്. ഓക്കെ, ഫ്രിഞ്ച് എന്ന് വെച്ചാൽ കൂടെ, അരികെ, ഒപ്പം എന്നൊക്കെ ഉള്ളൊരു മീനിങ് ആണ്. അപ്പൊ സാലറി പ്ലസ് ഇൻസെന്റീവ് എന്ന് നമ്മൾ പറഞ്ഞില്ലേ, അതാണ് സാലറിയുടെ കൂടെ അല്ലെങ്കിൽ ഒപ്പം, അതാണ് ഫ്രിഞ്ച് എന്നുള്ളൊരു മീനിങ് ആണ് പറയുന്നത്. ഓക്കെ, സോ ദിസ് ഈസ് എ സപ്ലിമെന്റൽ കോമ്പൻസേഷൻ which is paid by an employer to his employee apart from his direct wages and incentives. അപ്പോ ഇത് പറയുന്നത് എംപ്ലോയി ബെനിഫിറ്റ്സ് എന്ന് പറയുന്നത് അവന് കൊടുക്കുന്ന ശമ്പളത്തിന് പുറമെ ഡയറക്റ്റ് വേജസ് അല്ലെ, അതായത് നമ്മൾ എംപ്ലോയീസിന് അവന്റെ കമ്പനിയിൽ ജോലി ചെയ്യുമ്പോൾ ആ തൊഴിലുടമ എംപ്ലോയിക്ക് കൊടുക്കുന്ന സാലറിക്ക് പുറമെ, സാലറിക്കും അതുപോലെ തന്നെ മറ്റ് ഇൻസെന്റീവ് പ്രോത്സാഹനങ്ങൾക്കും പുറമെ തൊഴിലുടമ ആ ജീവനക്കാരന് കൊടുക്കുന്ന ഒരു എന്താ പറയാ സെപ്പറേറ്റ് ആയിട്ട് കൊടുക്കുന്ന ബെനിഫിറ്റ് അല്ലെങ്കിൽ സേവനം. ഇതിപ്പോ നമുക്ക് പറയാം PF ആയിക്കൊള്ളട്ടെ, അല്ലെങ്കിൽ ഇൻഷുറൻസ് ആകാം, എന്നിങ്ങനെയുള്ള ആ ഒരു നമ്മൾ സെപ്പറേറ്റ് സാലറി പ്ലസ് കൊടുക്കുന്ന ആനുകൂല്യങ്ങളെയാണ് നമ്മൾ എന്ത് വിളിക്കുക? എംപ്ലോയി ബെനിഫിറ്റ്സ് എന്ന് പറയുന്നത്. അപ്പാർട്ട് ഫ്രം ഡയറക്റ്റ് വേജസ് ആൻഡ് ഇൻസെന്റീവ്സ്. സാലറിക്ക് എംപ്ലോയേഴ്സ് എംപ്ലോയിക്ക് കൊടുക്കുന്ന സാലറിക്ക് പുറമേയുള്ള ആനുകൂല്യങ്ങളെയാണ് എംപ്ലോയി ബെനിഫിറ്റ്സ് എന്ന് വിളിക്കുന്നത്. Then these are granted as assistance or additional facilities to the employees by the employer either. ഇത് മൂന്ന് രീതിയിൽ നമ്മൾക്ക് എംപ്ലോയിക്ക് കൊടുക്കാം ബെനിഫിറ്റ്സ്. ഒന്ന് വോളണ്ടറി ആയിട്ട് കൊടുക്കാം, അല്ലെങ്കിൽ ലീഗൽ റിക്വയർമെന്റ്, then part of collective negotiated agreement. മൂന്ന് രീതിയിൽ നമുക്ക് എംപ്ലോയീസിന് ബെനിഫിറ്റ്സ് കൊടുക്കാമെന്ന്. ഒന്ന് വോളണ്ടറി ആയിട്ട് കൊടുക്കാന്ന്. വോളണ്ടറി ആയിട്ട് കൊടുക്കാന്ന് വെച്ചാൽ എക്സാമ്പിൾ ആണെങ്കിൽ വ്യക്തിപരമായിട്ട് പേഴ്സണലി കൊടുക്കാന്ന്. ചിലപ്പോൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഒരു ട്രാൻസ്പോർട്ടേഷന്റെ ഫെസിലിറ്റി അല്ലെങ്കിൽ അതിനുള്ള ഒരു എമൗണ്ട് സാലറിക്ക് പുറമേ കൊടുക്കാം. അതൊക്കെ ഒരു വോളണ്ടറി ആയിട്ടുള്ളതാണ്. അത് എംപ്ലോയറിന്റെ ഇഷ്ടത്തിനനുസരിച്ചിട്ടാണ് കൊടുക്കുന്നത്. അവിടെ കൊടുക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല. ഇനി ചില കമ്പനികളാണെങ്കിൽ ട്രാവൽ ചാർജ് കൂടി നമുക്ക് എക്സ്ട്രാ കൊടുക്കും. ഇനി ആ ലീഗൽ റിക്വയർമെന്റ്, ലീഗൽ ആയിട്ട് നിയമപരമായിട്ട് നമ്മൾ എംപ്ലോയീസിന് കൊടുക്കുന്ന ബെനിഫിറ്റ്സ് ഏതൊക്കെയാണ് നിയമപരമായിട്ട് കൊടുക്കുന്നത്? അതായത് നിർബന്ധമായിട്ടും അങ്ങനെ എംപ്ലോയീസിന് ആ ബെനിഫിറ്റ്സ് നമ്മൾ കൊടുക്കണം. ഏതൊക്കെയാണ് നിയമപരമായിട്ട് കൊടുക്കേണ്ട ബെനിഫിറ്റ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾ പറഞ്ഞായിരുന്നു നേരത്തെ. നിയമപരമായിട്ട് നമ്മൾ കൊടുക്കേണ്ട ബെനിഫിറ്റ്സുകൾ ഏതൊക്കെയാണ് നിയമപരമായിട്ട് കൊടുക്കുന്നത്? PF അല്ലെ, അതുപോലെ തന്നെ ESI, PF, ഇതൊക്കെ നമ്മൾ ലീഗൽ ആയിട്ട് ഒരു എംപ്ലോയീസിന് കൊടുക്കേണ്ട കാര്യങ്ങളാണ് അല്ലേ. സോ ഇപ്പൊ ലീഗൽ ആയിട്ടുള്ള ബെനിഫിറ്റ്സുകൾ കൊടുക്കും. വോളണ്ടറി ആയിട്ട് ഇതുപോലെ ട്രാവൽ എക്സ്പെൻസോ ട്രാൻസ്പോർട്ടേഷൻ അങ്ങനെയുള്ള കോസ്റ്റുകൾ കൊടുക്കുന്നു. Then as a part of collective negotiated agreement, അതുപോലെ തന്നെ എന്താണ് എംപ്ലോയീസിന് സഹായമോ അല്ലെങ്കിൽ ഇതുപോലെ ഒരു ചർച്ചയുടെ അടിസ്ഥാനത്തില് കൂടുതൽ എന്തെങ്കിലും ഇൻസെന്റീവ്സോ കാര്യങ്ങളൊക്കെ നമ്മൾ കൊടുക്കുന്നു. അപ്പൊ ഒരു എംപ്ലോയർ അവരുടെ സാലറിക്ക് പുറമേ കൊടുക്കുന്ന ആനുകൂല്യങ്ങളെയാണ് നമ്മൾ എന്ത് വിളിക്കുക? എംപ്ലോയി ബെനിഫിറ്റ്സ് എന്ന് പറയുന്നത്. Then ഇതിനെ നമ്മൾ ഓൾസോ നോൺ ആസ് ഫ്രിഞ്ച് ബെനിഫിറ്റ്സ് എന്ന് വിളിക്കുന്നു. ക്ലിയർ ആണോ? എന്താണ് എംപ്ലോയി ബെനിഫിറ്റ്സ്? എംപ്ലോയർ സാലറിക്ക് പുറമേ കൊടുക്കുന്ന ആനുകൂല്യങ്ങളാണ് എംപ്ലോയി ബെനിഫിറ്റ്. ആ ഒരൊറ്റ കാര്യമാണ് അവിടെ പറയുന്നത്. ഓക്കെ, ഇനി താഴെ നോക്കാം. അക്കോർഡിംഗ് ടു ഗ്രേ ഡെസ്ലർ, അതായത് PF എന്താണെന്നൊക്കെ പറയാട്ടോ. പ്രൊവിഡന്റ് ഫണ്ട് എന്ന് കേട്ടിട്ടുണ്ടോ? നമുക്ക് ഈ ചാപ്റ്ററിൽ പഠിക്കാനുണ്ട് കേട്ടോ. ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാൻ എല്ലാം ഉണ്ട്. അപ്പൊ നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഓക്കെ, PF എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? നമ്മള് ജോലി ചെയ്ത് വിരമിച്ചൊക്കെ പോരുമ്പോഴും മറ്റും നമുക്ക് PF നമുക്കൊരു ഫണ്ട് എംപ്ലോയീസും തമ്മിലുള്ള ഒരു കോൺട്രിബ്യൂഷൻ ആണ്. അത് ഡീറ്റെയിൽ ആയിട്ട് പറയാം കേട്ടോ. ക്ലാസ്സിൽ വരുന്നുണ്ട്, ഈ ചാപ്റ്ററിൽ പഠിക്കാനുണ്ട്. ഓക്കെ, ഇപ്പോഴേ ഞാൻ പറഞ്ഞു ഇതാക്കണ്ടല്ലോ. നെക്സ്റ്റ് അടുത്ത തോന്നുന്നു ഈ ചാപ്റ്ററിൽ തന്നെ നമുക്ക് പഠിക്കാനുണ്ട്. ഓരോന്നും സെപ്പറേറ്റ് ആയിട്ട് ESI, PF ഒക്കെ വരുന്നുണ്ട്. അപ്പൊ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാം. ഓക്കെ,
അപ്പോ എന്താണ് എംപ്ലോയി ബെനിഫിറ്റ്സ് എന്ന് ക്ലിയർ ആണല്ലോ. ഇനി എംപ്ലോയി ബെനിഫിറ്റ്സ് എന്താണെന്നുള്ളത് കുറച്ച് വ്യക്തികളെ അവര് അതിനെ കുറിച്ചുള്ള ഒരു ഡെഫിനേഷൻ പറയുന്നതാണ്. 3 പേരുടെ ഡെഫിനേഷൻ ഉണ്ട്. ഏകദേശം 3 പേരും പറയുന്ന കാര്യങ്ങളൊക്കെ സെയിം തന്നെയാണ്. പിന്നെ ഓരോരുത്തരും അവരുടേതായിട്ടുള്ള എന്താ പറയാ വാക്കുകളിലൊക്കെ വ്യത്യാസങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ. ഏകദേശം മീനിങ് എല്ലാം സെയിം തന്നെയാണ്. അപ്പൊ 3 പേഴ്സണൽസ് നമുക്ക് എന്താണ് എംപ്ലോയി ബെനിഫിറ്റ്സ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്, ഡിഫൈൻ ചെയ്തിരിക്കുന്നത്. നോക്കാം കേട്ടോ, ഒന്ന് പഠിച്ചു വെക്കണം കേട്ടോ. കാരണം എക്സാമിന് ചിലപ്പോ ആ കോട്ട് തന്നിട്ടേ റിട്ടേൺ ബൈ ചോദിക്കാറുണ്ട് ആരുടെയാണെന്ന്. അപ്പൊ അതൊന്ന് നോട്ട് ചെയ്ത് വെക്കണം. 3 പേരുടെയും ഒന്ന് പഠിച്ചു വെക്കണം. ഓക്കെ, അപ്പൊ ഫസ്റ്റ് വൺ നോക്കാം. അക്കോർഡിംഗ് ടു ഗ്രേ ഡെസ്ലർ, ഫസ്റ്റ് പറയുന്ന പേഴ്സൺ ആണ് കേട്ടോ. ഗ്രേ ഡെസ്ലർ പറയുന്നത് നോക്കാം, ഗാരി ഡെസ്ലർ ആണ്. നോക്കാം, ഫ്രിഞ്ച് ബെനിഫിറ്റ്സ് ആർ ഡിഫൈൻഡ് ആസ് indirect financial and non-financial payments employee receive for continuing their employment with the organization. അദ്ദേഹം എന്താണ് പറയുന്നത്? ഫ്രിഞ്ച് ബെനിഫിറ്റ് എന്നാണ് കേട്ടോ പറയുന്നത്. എംപ്ലോയി ബെനിഫിറ്റ് തന്നെയാണ് നമ്മൾ ഫ്രിഞ്ച് ബെനിഫിറ്റ് എന്ന് പറയുന്നത്. നോക്കാം, ഫ്രിഞ്ച് ബെനിഫിറ്റ്സ് ആർ ഡിഫൈൻഡ് ആസ് indirect financial and non-financial payments employee receive for continuing their employment with the organization. അല്ലെ, ഇവിടെ എന്താ പറയുന്നത്? അതായത് ആ എംപ്ലോയി ആ ഒരു ഓർഗനൈസേഷനിൽ ആ ഒരു കമ്പനിയിൽ തുടർന്നു പോകുന്നതിന് വേണ്ടിയിട്ട് അല്ലെ സാമ്പത്തികേതരമായിട്ടോ നമ്മൾ കൊടുക്കുന്ന പേയ്മെന്റ്സുകളെയാണ് എന്ത് വിളിക്കുക? എംപ്ലോയി ബെനിഫിറ്റ്സ് എന്ന് പറയുന്നത്. അതായത് ഇപ്പോ ഇൻസെന്റീവ് ഒക്കെ നല്ല രീതിയിൽ ഇപ്പൊ സാലറിക്ക് പുറമെ നല്ല രീതിയിൽ ഇൻസെന്റീവ് ഒക്കെ കിട്ടുന്നുണ്ടെങ്കിൽ നമ്മൾ ആ കമ്പനിയിൽ വീണ്ടും തുടർന്ന് പോകാനല്ലേ നോക്കുന്നത്, ആണോ? ഇപ്പൊ നിങ്ങളൊന്ന് ആലോചിക്കുക, നിങ്ങളൊരു കമ്പനിയിൽ വർക്ക് ചെയ്യുകയാണ്. അപ്പൊ നിങ്ങൾക്ക് സാലറി, ഒരു ഫിക്സ്ഡ് സാലറി ഉണ്ട്, പ്ലസ് നല്ലൊരു ഇൻസെന്റീവ് നിങ്ങൾക്ക് ലഭിക്കുന്നുണ്ട്. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യും? വേറെ കമ്പനിയിൽ ജോലി നോക്കുവോ? ആ കമ്പനിയിൽ അത്യാവശ്യം നല്ല രീതിയിൽ വർക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ സാലറിയും കിട്ടും, ഇൻസെന്റീവും കിട്ടും. സോ നിങ്ങൾ ആ കമ്പനിയിൽ തന്നെ നിലനിന്ന് പോകാനേ ശ്രമിക്കുള്ളൂ. അങ്ങനെയല്ലേ ശ്രമിക്കാം? അങ്ങനെയാണോ? അങ്ങനെയല്ലേ നമ്മൾ ശ്രമിക്കുക? നമുക്ക് നല്ല സാലറിയും കിട്ടുന്നുണ്ട് ഫിക്സ്ഡ് ആയിട്ട് എല്ലാ മാസവും, അതുപോലെ തന്നെ എക്സ്ട്രാ ഇൻസെന്റീവ്സും കിട്ടുന്നുണ്ട് അല്ലേ? അപ്പൊ ഇവിടെ പറയുന്നത്, അദ്ദേഹം പറയുന്നത്, ഒരു തൊഴിലാളി അല്ലെങ്കിൽ ഒരു എംപ്ലോയർ ആ കമ്പനിയിൽ നിലനിന്ന് പോകാൻ വേണ്ടി അതായത് ആ കമ്പനിയിൽ തുടർന്ന് പോകാൻ വേണ്ടിയിട്ട് ആ വ്യക്തിക്ക് നമ്മൾ കൊടുക്കുന്ന സാലറിക്ക് പുറമേ കൊടുക്കുന്ന സേവനങ്ങളെയാണ് എംപ്ലോയി ബെനിഫിറ്റ്സ് എന്ന് വിളിക്കുന്നത്. ഓക്കെ, ഇതാണ് ഫസ്റ്റത്തെ ഗാരി ഡെസ്ലർ പറയുന്നത്. ഇനി അടുത്ത വ്യക്തിയുടെ നോക്കാം കേട്ടോ. ഒന്നാമത്തെ ആളുടെ കഴിഞ്ഞു. ഇനി രണ്ടാമത്തെ വ്യക്തിയാണ് അക്കോർഡിംഗ് ടു വില്യം ബി വർക്കർ ഇറ്റൻ. ഓക്കെ, അടുത്തൊരു വ്യക്തിയാണ്. പേരുകൾ ഒന്ന് പഠിച്ചു വെക്കണം കേട്ടോ. പേരുകൾ ഇത്തിരി കടുകട്ടിയാണ് എങ്കിലും കുഴപ്പമില്ല, മനസ്സിലാക്കി ഒന്ന് പഠിച്ചു വെക്കാം. ഇനി അക്കോർഡിംഗ് ടു വില്യം ബി വർക്കർ പറയുന്നത്, ഫ്രിഞ്ച് ബെനിഫിറ്റ്സ് embrace a broad range of benefits and services that employees receive as part of their total compensation packages. എന്താണ് പറയുന്നത്? ഫ്രിഞ്ച് ബെനിഫിറ്റ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അല്ലെ, ജീവനക്കാർക്ക് അവന്റെ ഒരു മൊത്തം സാലറി പാക്കേജ് ഉണ്ടാകും അല്ലെ. ഒരു സാലറി പാക്കേജിന് ആ ഒരു സാലറി പാക്കേജിന്റെ ഭാഗമായിട്ട് ലഭിക്കുന്ന ബ്രോഡ് ആയിട്ടുള്ള വിശാലമായിട്ടുള്ള ഒരു ആനുകൂല്യങ്ങളെയാണ് എന്ത് വിളിക്കുക? എംപ്ലോയി ബെനിഫിറ്റ്സ് ഓർ ഫ്രിഞ്ച് ബെനിഫിറ്റ്സ് എന്ന് പറയുന്നത്. സെയിം എല്ലാവരും പറയുന്ന ഒരു കാര്യം തന്നെയാണ്. ആ വേർഡ്സുകളിൽ മാത്രം കുറച്ച് വ്യത്യാസമുള്ളൂ അല്ലെ. നിങ്ങൾക്ക് രണ്ടുപേരുടെ വായിച്ചപ്പോ പറയുന്നത് ഒന്ന് തന്നെയല്ലേ? ആണോ? എല്ലാവരും പറയണത് എന്താണ്? അവന് കൊടുക്കുന്ന സാലറിക്ക് പുറമേ വരുന്ന ആനുകൂല്യങ്ങളാണ് എന്ത്? എംപ്ലോയി ബെനിഫിറ്റ്സ് എന്ന് പറയുന്നത്. 3 പേരും പറയുന്നത് അത് തന്നെയാണ് കേട്ടോ. ദെൻ വേർഡ്സുകളൊക്കെ കുറച്ച് അവർ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി മറിച്ചൊക്കെ പറഞ്ഞു എന്നുള്ളൂ. മീനിങ് എല്ലാം സെയിം തന്നെയാണ്. ഓക്കെ, ഫ്രിഞ്ച് ബെനിഫിറ്റ്സ് ആർ എംബ്രാസ് ബ്രോഡ് റേഞ്ച് ഓഫ് ബെനിഫിറ്റ്സ്, വിശാലമായ ആനുകൂല്യങ്ങളാണെന്ന്. എംപ്ലോയി റിസീവ് ആസ് എ പാർട്ട് ഓഫ് ദെയർ കോമ്പൻസേഷൻ പാക്കേജ്, അവന് അവന്റെ ജോലിയിൽ ലഭിക്കുന്ന ആ ഒരു കോമ്പൻസേഷൻ പാക്കേജിന്റെ ഒപ്പം കിട്ടുന്ന വിശാലമായിട്ടുള്ള ആനുകൂല്യങ്ങളെയാണ് എന്ത് വിളിക്കുക? എംപ്ലോയി ബെനിഫിറ്റ്സ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി അടുത്തൊരു വ്യക്തി കേട്ടോ, മൂന്നാമത്തെ ആളാണ്. അക്കോർഡിംഗ് ടു കോക്മർ പറയുന്നത് എന്താണെന്ന് നോക്കാം. Fringe benefits are those benefits which are provided by an employer to or for the benefit of an employee and which are not in the form of wages, salaries and time-related payments. നോക്കാട്ടോ. അക്കോർഡിംഗ് ടു കോക്മർ പറയുന്നത്, ഒരു എംപ്ലോയർ അല്ലെങ്കിൽ ആ ഒരു കമ്പനിയുടെ ഓണർ, തൊഴിലുടമ, എംപ്ലോയർ ആ ഒരു ജീവനക്കാരൻ അവന്റെ സ്ഥാപനത്തിൽ വർക്ക് ചെയ്യുന്ന ഒരു എംപ്ലോയീസിന് ആ ഒരു എംപ്ലോയർക്ക് ലഭിക്കുന്ന അല്ലെങ്കിൽ അവന്റെ
അവന്റെ വർക്കിന് വേണ്ടി നമ്മൾ കൊടുക്കുന്ന ആനുകൂല്യങ്ങളെയാണ് നമ്മൾ എന്ത് വിളിക്കുക? ബെനഫിറ്റ്സ് എന്ന് പറയുന്നത്. എംപ്ലോയി ബെനഫിറ്റ്സ്. എംപ്ലോയിക്ക് കൊടുക്കുന്ന ആനുകൂല്യങ്ങളെയാണ് എംപ്ലോയി ബെനഫിറ്റ്സ് എന്ന് വിളിക്കുന്നത്. ഓക്കെ, ഇപ്പൊ 3 വ്യക്തികളാണ് എംപ്ലോയി ബെനഫിറ്റ്സിനെ കുറിച്ച് പറഞ്ഞത്. 3 പേരും പറയുന്നത് ഒരേ ഒരു കാര്യം തന്നെയാണ്. എന്താണ്? എംപ്ലോയീസിന് എംപ്ലോയർ സാലറിക്ക് പുറമെ കൊടുക്കുന്ന സേവനങ്ങളെയും ആനുകൂല്യങ്ങളെയുമാണ് എംപ്ലോയി ബെനഫിറ്റ്സ് എന്ന് വിളിക്കുന്നത്. അത് അവർ 3 രീതിയിൽ പറഞ്ഞു എന്ന് മാത്രം. 3 പറയുന്നത് സെയിം ഈ ഒരൊറ്റ കാര്യം തന്നെയാണ്. ഓക്കെ, ഇനി ഒന്ന് വായിച്ചു നോക്കാം കേട്ടോ. നിങ്ങൾ ഫസ്റ്റ് തുടങ്ങി വായിക്കണം. കൺസെപ്റ്റ് ഓഫ് എംപ്ലോയി 3 പേരുടെയും അതൊന്ന് നോട്ട് ചെയ്ത് വെക്കാം കേട്ടോ. 3 ഡെഫിനിഷൻ ഉണ്ടല്ലോ. അക്കോർഡിംഗ് ടു 3 വ്യക്തികളാണ്. ഗാരി, വില്യം, കോക്മർ. 3 പേരുടെയും ഒന്ന് പഠിച്ചു വെക്കണം. നോട്ട് ചെയ്ത് വെച്ചോ? സൈഡിൽ ഒന്ന് മാർക്ക് ചെയ്ത് വെച്ചേക്കട്ടോ 3 പേരുടെ ഒരു കോഡ്. ഇങ്ങനെ വായിച്ചു നോക്കി. ഫസ്റ്റ് തുടങ്ങി കൺസെപ്റ്റ് ഓഫ് എംപ്ലോയി ബെനിഫിറ്റ്സ്. അപ്പൊ ഈ ഒരു സെക്ഷനിൽ പറയുന്നത് മെയിൻ ആയിട്ട് സാലറിക്ക് പുറമെ കിട്ടുന്ന ആനുകൂല്യങ്ങൾ. ഇനി എന്തൊക്കെയാണ് ആനുകൂല്യങ്ങൾ എന്നൊക്കെ നമുക്ക് നെക്സ്റ്റ് പഠിക്കാം കേട്ടോ. വായിച്ചു നോക്കുക, മനസ്സിലാക്കി വായിച്ചാൽ മതി. എളുപ്പമാണ്, വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. എവിടെയെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ, മനസ്സിലാവാത്തതുണ്ടെങ്കിൽ ചോദിക്കുക കേട്ടോ. വായിച്ചു എല്ലാവരും? ക്ലിയർ ആണോ? വായിച്ചിട്ട് ബുദ്ധിമുട്ടുണ്ടോ? എന്താണ് എംപ്ലോയി ബെനിഫിറ്റ്സ് എന്ന് ക്ലിയർ ആയോ എല്ലാവർക്കും? ആർക്കെങ്കിലും ഒന്നും അറിയാത്തതായിട്ടുണ്ടോ? ബെനിഫിറ്റ്സിനെ കുറിച്ച് ഒരു ഐഡിയ കിട്ടാത്തത്? ഇല്ലല്ലോ, കുഴപ്പമില്ലല്ലോ. ഓക്കെ, 3 പേരുടെ അക്കോർഡിംഗ് ടു 3 പേരുടെ ഡെഫിനേഷൻസ് പഠിച്ചിരിക്കുന്നു കേട്ടോ. നെക്സ്റ്റ് നോക്കാം. അടുത്തതായിട്ട് അപ്പൊ നമ്മൾ എന്താണ് എംപ്ലോയി ബെനിഫിറ്റ്സ് എന്നൊക്കെ കണ്ടു. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് ഫീച്ചേഴ്സ് ഓഫ് എംപ്ലോയി ബെനിഫിറ്റ്സ്. ഇനി എംപ്ലോയി ബെനിഫിറ്റ്സിന്റെ കുറച്ച് ഫീച്ചേഴ്സുകൾ, പ്രത്യേകതകൾ എന്തൊക്കെയാണെന്ന്. ഫോളോയിങ് ആർ ദ ഫീച്ചേഴ്സ് ഓഫ് എംപ്ലോയി ബെനിഫിറ്റ്സ്. എംപ്ലോയി ബെനിഫിറ്റ്സിന്റെ ഫീച്ചേഴ്സ് ആണ്, ഇനി പ്രത്യേകതകളാണ് ഇനി നമ്മൾ പറയാൻ പോകുന്നത്. ഓരോന്നും പോയിന്റ് ഇട്ട് പറഞ്ഞിട്ടുണ്ട് കേട്ടോ. ഒന്നാമത്തെ ഫീച്ചർ ആണ് അഡീഷണൽ ഫോം ഓഫ് എ കോമ്പൻസേഷൻ. അഡീഷണൽ ഫോം ഓഫ് എ കോമ്പൻസേഷൻ. അപ്പൊ ഫീച്ചേഴ്സ് നിങ്ങൾ പഠിക്കുമ്പോഴേ ആ ഡാർക്കൻ ചെയ്തിരിക്കുന്നത് കണ്ടോ? എത്ര പോയിന്റ്സ് ഉണ്ട് ഫീച്ചേഴ്സ്? 7 പോയിന്റ് ഉണ്ട് കണ്ടോ? ഡാർക്കൻ ചെയ്തിരിക്കുന്ന പോയിന്റ്സുകള്. ഓക്കെ, അപ്പൊ ആ പോയിന്റ്സുകൾ നിങ്ങൾ മെയിൻ ആയിട്ട് പഠിക്കുക. അതിന് അത് എന്താണെന്നാണ് അതിന്റെ ഉള്ളിൽ പറഞ്ഞിരിക്കുന്നത് അതൊന്ന് മനസ്സിലാക്കി പഠിക്കാം. ഓക്കെ, ഡാർക്കൻ ചെയ്തിരിക്കുന്നത് ഒന്ന് ബൈ ഹാർട്ട് ചെയ്ത് പഠിക്കാൻ നോക്കുക. ഉള്ളിലുള്ളത് എന്താണെന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കി പഠിക്കാം. ഓക്കെ, നിങ്ങൾ മലയാളത്തിൽ നമ്മൾ ക്ലാസ്സിൽ പറയുന്നത് പോലെ ഒന്ന് മനസ്സിലാക്കി വെക്കാം. ഓക്കെ, നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അപ്പൊ ഫസ്റ്റത്തെ ഫീച്ചർ ആണ് അഡീഷണൽ ഫോം ഓഫ് കോമ്പൻസേഷൻ. എന്താണ് ഈ അഡീഷണൽ ഫോം ഓഫ് കോമ്പൻസേഷൻ എന്ന് നോക്കാം. എംപ്ലോയി ബെനിഫിറ്റ്സ് ആർ the forms of an additional compensation that an employee receives in addition to his or her basic wages and salaries. നമ്മൾ ഇത്രയും നേരം പറഞ്ഞ കാര്യം തന്നെ അഡീഷണൽ കോമ്പൻസേഷൻ ആണ് അല്ലെ? അതായത് സാലറി പ്ലസ് ആണ്, അഡീഷണൽ ആണ്. അത് ഇൻസെന്റീവ് എന്ന് പറയുന്നത് സെപ്പറേറ്റ് ആണ്. ഇൻസെന്റീവ് എക്സാമ്പിൾ ആണ് എടുത്ത് പറയുന്നത്. ഇൻസെന്റീവ് മാത്രമല്ല PF, ESI എല്ലാം വരും. ദെൻ ഇവിടെ പറയുന്നത് ഫോം ഓഫ് അഡീഷണൽ കോമ്പൻസേഷൻ, അഡീഷണൽ ആണ്. അതായത്
ബേസിക് വേജസിനും സാലറിക്ക് പുറമെ അഡീഷണൽ ആയിട്ട് ലഭിക്കുന്ന കോമ്പൻസേഷൻ അല്ലെങ്കിൽ ആനുകൂല്യങ്ങളെയാണ് എന്ത് വിളിക്കുക? എംപ്ലോയി ബെനിഫിറ്റ്സ് എന്ന് പറയുന്നത്. കണ്ടോ, അതാണ് അഡീഷണൽ ഫോം ഓഫ് കോമ്പൻസേഷൻ. അഡീഷൻ ആണ്, നമ്മൾ ആഡ് ചെയ്യണം. സാലറി പ്ലസ് ഇൻസെന്റീവ് എന്നാണ് പറയുന്നത്. ഫസ്റ്റ് പോയിന്റ് ക്ലിയർ ആണോ? അഡീഷണൽ ഫോം ഓഫ് കോമ്പൻസേഷൻ. ഓക്കെ, ഇനി രണ്ടാമത്തത് നോക്കാം. ഇൻഡയറക്റ്റ് കോമ്പൻസേഷൻ. ഇൻഡയറക്റ്റ് കോമ്പൻസേഷൻ, ഡയറക്റ്റ് അല്ല, ഇൻഡയറക്റ്റ് കോമ്പൻസേഷൻ ആണെന്ന്. എന്തുകൊണ്ടാണ് ഇൻഡയറക്റ്റ് ആണെന്ന് പറയുന്നത് നോക്കാം കേട്ടോ. As these compensations are generally extended as an employment condition and are not directly related with the performance of the employees, hence they are referred to as indirect compensation. അതായത് നമ്മുടെ എംപ്ലോയീസിന്റെ പ്രകടനവുമായിട്ട് ബന്ധമില്ലാണ്, അതായത് എംപ്ലോയീസിന്റെ പ്രകടനവുമായിട്ട് ബന്ധമില്ലാതെ ഇൻഡയറക്റ്റ് ആയിട്ട് നമ്മൾ കൊടുക്കുന്ന ആനുകൂല്യങ്ങളാണെന്ന്. അതായത് എക്സാമ്പിൾ പറയണമെങ്കിൽ നമ്മൾ എംപ്ലോയീസിന് കൊടുക്കുന്ന സാലറി എന്ന് പറയുന്നത് അവന്റെ വർക്കിനാണ് ആ സാലറി നമ്മൾ കൊടുക്കുന്നത്, ആണോ? അല്ലേ? അവൻ ആ കമ്പനിയിൽ അത്ര ഡേയ്സ് വന്ന് വർക്ക് ചെയ്യുന്നു, അല്ലെ? അവന്റെ പെർഫോമൻസിനുള്ളത് അല്ലെങ്കിൽ അവൻ ചെയ്യുന്ന ജോലിക്കുള്ളതാണ് അവന്റെ സാലറി എന്ന് പറയുന്നത്. പക്ഷെ PF ESI എന്നൊക്കെ പറഞ്ഞാൽ അവൻ ചെയ്യുന്ന ജോലിക്ക് അനുസരിച്ചാണോ? അത് ലീഗലായിട്ട് അവിടെ നമ്മൾ കൊടുക്കേണ്ടതാണ് ആനുകൂല്യങ്ങള്, ഇല്ലേ? ആണോ? സാലറി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവൻ ചെയ്യുന്ന വർക്കിന് അല്ലെങ്കിൽ എംപ്ലോയി ചെയ്യുന്ന വർക്കിന് നമ്മൾ കൊടുക്കുന്നതാണ് സാലറി എന്ന് പറയുന്നത്. സാലറിക്ക് പുറമേ വരുന്ന PF ESI, ഹെൽത്ത് ഇൻഷുറൻസ്, ഇതെല്ലാം അവന്റെ പെർഫോമൻസിനെ നോക്കിയിട്ട് മാത്രം കൊടുക്കോളൂ. അവന്റെ പെർഫോമൻസ് ഇല്ലായെങ്കിൽ അവന് PF കൊടുക്കണ്ട. അങ്ങനെ മാറ്റി നിർത്താറുണ്ടോ എംപ്ലോയീസിനെ? ഉണ്ടോ? പെർഫോമൻസുമായിട്ട് എന്തെങ്കിലും റിലേഷൻ ഉണ്ടോ? അവിടെ റിലേഷൻ ഇല്ല, അല്ലെ? പെർഫോമൻസുമായിട്ട് നമ്മൾ നോക്കുന്നത് സാലറിയാണ്. സാലറിക്ക് പുറമേ വരുന്ന കാര്യങ്ങൾ നമ്മള് എംപ്ലോയീസിന്റെ പെർഫോമൻസ് വെച്ച് നോക്കാറില്ല. അതുകൊണ്ടാണ് അതിന് നമ്മൾ ഇൻഡയറക്റ്റ് കോമ്പൻസേഷൻ എന്ന് വിളിക്കുന്നത്. ക്ലിയർ ആണോ? ഇൻഡയറക്റ്റ് കോമ്പൻസേഷൻ മനസ്സിലായ എല്ലാവർക്കും ഇൻഡയറക്റ്റ് എന്താണെന്ന്? അതായത് അവന്റെ പെർഫോമൻസിന് അനുസരിച്ചുകൊണ്ടാണ് നമ്മൾ സാലറി കൊടുക്കുന്നത്. പക്ഷെ PF-ഉം അതുപോലെ ESI-യും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ പെർഫോമൻസ് നോക്കിയിട്ടല്ല. അവിടെ ഒരു സ്റ്റാഫ് കമ്പനിയിലെ മെമ്പർ ആണോ, കമ്പനിയിലെ സ്റ്റാഫ് ആണോ എങ്കിൽ അവന് PF-ഉം ESI-ക്ക് നമ്മൾ ആനുകൂല്യങ്ങൾ കൊടുക്കുന്നു. അല്ലാതെ അവൻ പെർഫോമൻസ് നല്ല രീതിയിൽ അവൻ പെർഫോമൻസ് ചെയ്യുന്നില്ല എങ്കിൽ ആ വ്യക്തിയെ നമ്മൾ PF-ന്ന് ഒഴിവാക്കി കളയില്ല. മനസ്സിലായോ? പെർഫോമൻസ് ബേസ് ചെയ്തുകൊണ്ടല്ലാന്ന്, സാലറിക്ക് പുറമെയാണ് നമ്മൾ ഇത് കൊടുക്കുന്നത്. ഇപ്പൊ ഫസ്റ്റത്തെ രണ്ട് ഫീച്ചേഴ്സ് ആണ് നമ്മൾ നോക്കിയത്. അഡീഷണൽ ഫോം ഓഫ് കോമ്പൻസേഷൻ, ഇൻഡയറക്റ്റ് കോമ്പൻസേഷൻ. ഇനി ഒന്ന് വായിച്ചു നോക്കിക്കോളൂ. രണ്ട് പോയിന്റ് ഒന്ന് വായിച്ചു നോക്കി. ഫസ്റ്റും സെക്കൻഡും ഫീച്ചർ ഒന്ന് വായിക്കുക. കംപ്ലീറ്റ് ചെയ്ത് നിങ്ങൾ മനസ്സിലായി ഓക്കെ ആണെങ്കിൽ മൂന്നാമത്തെ പോയിന്റ് പറയാം. വായിച്ചോ? ഫസ്റ്റത്തെ രണ്ട് ഫീച്ചർ അഡീഷണൽ ഫോം ഓഫ് കോമ്പൻസേഷൻ, ഇൻഡയറക്റ്റ് കോമ്പൻസേഷൻ. വായിച്ചിട്ട് ഓക്കെയാണോ? ക്ലിയർ ആയോ? മനസ്സിലായോ രണ്ട് പോയിന്റ് ഫീച്ചറുകള്? ഓക്കെ. ദെൻ മൂന്നാമത്തെ ഫീച്ചർ നോക്കാം. കോസ്റ്റ് ഫോർ എംപ്ലോയേഴ്സ്. എംപ്ലോയേഴ്സിന് ചെലവാണെന്ന്. എങ്ങനെ ചെലവാവണേന്ന് നോക്കാം കേട്ടോ. എംപ്ലോയി ബെനിഫിറ്റ്സ് ആർ എ കൈൻഡ് ഓഫ് ലേബർ കോസ്റ്റ് for the employers. These benefits are expenditure that the employer incurs in addition to basic pays. Incurs എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ എന്താണ് അവര് ഇടയാക്കുക എന്നുള്ള അർത്ഥം. അതായത് ഇപ്പോ എംപ്ലോയർ, ഇപ്പോ കമ്പനി ഓണർ, എംപ്ലോയിക്ക് സാലറി കൊടുക്കുന്നുണ്ട്. സാലറിക്ക് പുറമെയാണ് ഈ വരുന്ന ബെനിഫിറ്റ്സുകൾ എന്ന് പറയുന്നത്. അപ്പൊ അവന് എക്സ്ട്രാ ചിലവാണെന്ന്, ചിലവല്ലേ?
സാലറി ഒരു എമൗണ്ട് കൊടുക്കണം എല്ലാ മാസത്തിലും. അതോടൊപ്പം തന്നെ എക്സ്ട്രാ ആണ് അല്ലെ, സാലറിയുടെ ഒപ്പമാണ് ഈ പറയുന്ന PF, ESI, ഇൻസെന്റീവ്. അത് അധിക ചെലവാണെന്ന്. കോസ്റ്റ് ഫോർ എംപ്ലോയേഴ്സിന് ചെലവാണെന്ന്. അതായത് അവര് നിശ്ചിത എല്ലാ മാസത്തിലും വെച്ച് സാലറി പേയ്മെന്റ് കൊടുക്കണം. അതോടൊപ്പം തന്നെയാണ് അഡീഷൻ ആയിട്ടാണ് നമ്മള് ഇൻസെന്റീവ്, PF, ESI ഒക്കെ കൊടുക്കുന്നത്. സോ അവൻ എംപ്ലോയീസിന് അധിക ചെലവാണത്. എംപ്ലോയറിന് മാറിപ്പോയത് ഈ എംപ്ലോയറും എംപ്ലോയേഴ്സും തമ്മിൽ, എംപ്ലോയേഴ്സും എംപ്ലോയിയും തമ്മിൽ. തൊഴിലുടമയാണ് എംപ്ലോയേഴ്സ് എന്ന് പറയുന്നത്. മനസ്സിലായോ? അതായത് അവര് എല്ലാ മാസവും സാലറിയും കൊടുക്കണം, പ്ലസ് അഡീഷൻ ആയിട്ടാണ് ഇതിന്റെ ഒപ്പം ഇൻസെന്റീവും കൊടുക്കണം. PF, ESI ആനുകൂല്യങ്ങളിലോട്ട് നമ്മൾ പേയ്മെന്റ് കൊടുക്കുന്നത്. സോ എംപ്ലോയറിന് അതൊരു അധിക ചെലവാണെന്ന് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ കോസ്റ്റ് ആണ് അല്ലേ, കോസ്റ്റ് അല്ലേ. സാലറി മാത്രമാണെങ്കിൽ അത്ര കോസ്റ്റ് ഒന്നും വരില്ല. ഇത് എല്ലാ മാസത്തിലും എത്ര സ്റ്റാഫുകൾ ഉണ്ടോ അവർക്കുള്ള സാലറിയും കൊടുക്കണം, പ്ലസ് ഇൻസെന്റീവ് ഉള്ളവർക്ക് ഇൻസെന്റീവ് കൊടുക്കണം, PF, ESI മറ്റു ആനുകൂല്യങ്ങളൊക്കെ കൊടുക്കേണ്ടതായിട്ട് വരുന്നു. സോ എംപ്ലോയറിന് അതൊരു കോസ്റ്റ് തന്നെയാണ്. ഇനി നാലാമത്തെ നോക്കാം, സ്റ്റിമുലേറ്റ് വർക്ക് ഇൻട്രസ്റ്റ്. ജോലിയുടെ ആ ഒരു താല്പര്യത്തിന് വർദ്ധിപ്പിക്കുകയാണ്, സ്റ്റിമുലേറ്റ് ചെയ്യാണ്. Employee benefits are not awarded to the employees for their performance. Rather, it aims to stimulate interest in their respective work, so as to make their jobs more attractive and productive for them. This result in their increased earnings and extra wages. എന്താണ് പറയുന്നത്? അതായത് ഇപ്പോ എംപ്ലോയീസിന് അവരുടെ പെർഫോമൻസിന് പുറമെ വർക്ക് എൻവയോൺമെന്റ്, അവരുടെ ആ ഒരു ജോലി സ്ഥലത്ത് ആ ഒരു വർക്ക് എൻവയോൺമെന്റിൽ ലഭിക്കുന്ന, എക്സാമ്പിൾ പറയണമെങ്കിൽ ഇപ്പോൾ ട്രാവൽ പേയ്മെന്റ് അല്ലെങ്കിൽ OT എന്ന് വെച്ചാൽ എന്താണ്, ഓവർ ടൈം ഒക്കെ നിൽക്കുന്നുണ്ടെങ്കിൽ അതിന് എക്സ്ട്രാ OT പേയ്മെന്റ്സ് ഒക്കെ കൊടുക്കും കമ്പനികളിൽ. കൊടുക്കാറില്ലേ? കേട്ടിട്ടുണ്ടോ നിങ്ങൾ OT എന്ന്? കേട്ടിട്ടുണ്ടോ? ഓവർ ടൈം ഒക്കെ നിൽക്കുകയാണെങ്കിൽ അവർക്ക് അവർ എക്സ്ട്രാ ഓവർ ടൈമിനുള്ള ചിലപ്പോൾ മണിക്കൂറിനനുസരിച്ചിട്ട് ഇത്ര എമൗണ്ട് ഒക്കെ കൊടുക്കും. സോ ഇങ്ങനെ എക്സ്ട്രാ OTയും അതുപോലെ തന്നെ ട്രാവൽ പേയ്മെന്റ്സും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് എംപ്ലോയീസിന് ആ ഒരു ജോലിയിനോടുള്ള താല്പര്യം കൂടും അല്ലെ. നിങ്ങൾക്ക് വർക്ക് ചെയ്യുമ്പോൾ നിങ്ങൾ എക്സ്ട്രാ നിൽക്കുകയാണെങ്കിൽ, ഇപ്പൊ ചിലപ്പോ സാറ്റർഡേ വർക്ക് ഇല്ല എങ്കിൽ എക്സ്ട്രാ വർക്ക് വരുമ്പോൾ നിങ്ങൾ സാറ്റർഡേ വന്ന് വർക്ക് ചെയ്യുന്നു, അല്ലെങ്കിൽ ഓവർ ടൈം വർക്ക് ചെയ്യുന്നു. സോ നിങ്ങൾ ചെയ്യുന്നതിനനുസരിച്ചിട്ട് നല്ലൊരു പേയ്മെന്റ് നമുക്ക് ലഭിക്കുന്നുണ്ടെങ്കിൽ നമുക്ക് ആ ഒരു ജോലിയിൽ സ്ഥിരമായിട്ട് നിന്ന് പോകാനല്ലേ നമ്മൾ ശ്രമിക്കുക. അങ്ങനെയാണോ? നിങ്ങൾ കംഫോർട്ടാണ്, നിങ്ങൾക്ക് നല്ല പറഞ്ഞ ഫിക്സ്ഡ് സാലറി ഉണ്ട്, ദെൻ സാലറിക്ക് പുറമെ എല്ലാ ആനുകൂല്യങ്ങളും ഉണ്ട്, അതുപോലെ ഓവർ ടൈം നിൽക്കുകയാണെങ്കിൽ OT നമുക്ക് എക്സ്ട്രാ കിട്ടുന്നു, ദെൻ ട്രാവൽ കോസ്റ്റ് തരുന്നു. ഇങ്ങനെയൊക്കെ ആണെങ്കിൽ നിങ്ങൾ എങ്ങനെയായിരിക്കും ആ കമ്പനിയിൽ തന്നെ നിലനിന്ന് പോകാനല്ലേ നിങ്ങൾ ശ്രമിക്കുക? ആണോ? നിങ്ങളോട് ഞാൻ ചോദിക്കുന്നത്. മേ ബി നിങ്ങൾ നല്ലൊരു ജോലിയിൽ കയറി, നിങ്ങൾക്ക് ഫിക്സ്ഡ് ഒരു സാലറി പറഞ്ഞു, നിങ്ങൾക്ക് ഫിക്സ്ഡ് സാലറി കിട്ടുന്നുണ്ട്, സാലറിക്ക് പുറമെ ഓവർ ടൈം കിട്ടുന്നു, ഇൻസെന്റീവ് കിട്ടുന്നു, ഇതൊക്കെ കിട്ടി നിങ്ങൾ കംഫോർട്ട് ആണെങ്കിൽ നമ്മൾ ആ ഒരു കംഫോർട്ട് സോണിൽ തന്നെ നിൽക്കാനല്ലേ ശ്രമിക്കുള്ളൂ? ആണോ? അല്ലെങ്കിൽ വേറെ ചാടി പോവാൻ നോക്കൂ ആരെങ്കിലും? നമ്മൾ കംഫോർട്ട് ആണെങ്കിൽ നമ്മൾ ആ കംഫോർട്ട് സോണിന്റെ ഉള്ളിൽ തന്നെ മാക്സിമം നിൽക്കാൻ നോക്കും അല്ലെ. അപ്പൊ അതാണ് ഇവിടെ പറയുന്നത് സ്റ്റിമുലേറ്റ് വർക്ക് ഇൻട്രസ്റ്റ്. അതായത് ഇങ്ങനെ ഇൻസെന്റീവും OTയും അങ്ങനെയൊക്കെ നമ്മൾ കൊടുക്കുമ്പോൾ വർക്കിലുള്ള ഒരു താല്പര്യം, ഇൻട്രസ്റ്റ് കൂടുന്നു, ആ ഒരു കംഫോർട്ട് സോണിൽ തന്നെ നിൽക്കാനായിട്ട് എംപ്ലോയീസിനെ പ്രേരിപ്പിക്കുന്നു. അപ്പൊ എംപ്ലോയീസിനെ പ്രേരിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മള് ഇൻസെന്റീവും കാര്യങ്ങളൊക്കെ അവന് പ്രൊവൈഡ് ചെയ്യുന്നത്. ദെൻ അഞ്ചാമത്തെ ഒന്ന് പറയാം കേട്ടോ. ഈ അഞ്ചാമത്തെ ഫീച്ചർ ആണ് ഹൈ സ്റ്റാൻഡേർഡ് ഓഫ് ലിവിംഗ്. എംപ്ലോയി ബെനിഫിറ്റ്സ് എയ്ഡ് ഇൻ റേസിംഗ് ഇൻ ദ സ്റ്റാൻഡേർഡ് ഓഫ് ലിവിംഗ് ഓഫ് ദ എംപ്ലോയി. എംപ്ലോയീസിന് അവരുടെ ജീവിത നിലവാരത്തിലും ഹൈ സ്റ്റാൻഡേർഡ് ആവും, ഉയർന്ന ഒരു നിലവാരം പുലർത്താനായിട്ട് കഴിയും. കാരണം അവന് നല്ലൊരു സാലറി കിട്ടുന്നു, ഇൻസെന്റീവ് കിട്ടുന്നു. സോ ഓട്ടോമാറ്റിക്കലി അവന്റെ ജീവിത നിലവാരം ഉയരാനായിട്ട് ചാൻസ് ഉണ്ട്. നല്ല രീതിയിൽ അവന്റെ വസ്ത്രങ്ങൾ വാങ്ങിക്കാം, നല്ല രീതിയിൽ ആഹാരം അല്ലെ, ഫുഡ് അവന് ഇഷ്ടമുള്ളത് പോലെ ചെയ്യാം. നമ്മുടെ കയ്യിൽ പൈസ ഉണ്ടെങ്കിൽ നമുക്ക് ജീവിത നിലവാരവും വർദ്ധിക്കും. അങ്ങനെയല്ലേ? നമ്മൾ ഏൺ ചെയ്യുന്നത് അനുസരിച്ചിട്ടാണ് നമ്മളുടെ ലൈഫിലെ സ്റ്റാൻഡേർഡും അതനുസരിച്ചിട്ട് വർദ്ധിച്ചു വരുന്നു. ഇനി ആറാമത്തെ ഫീച്ചർ നോക്കാം, പേ ടു ഓൾ എംപ്ലോയീസ്. എംപ്ലോയി ബെനിഫിറ്റ്സ് ആർ paid to all the employees of the company in accordance to their membership. അതായത് നമ്മൾ ആ ഒരു എല്ലാ എംപ്ലോയീസിനും, ഇപ്പൊ ആ ഒരു കമ്പനിയിൽ എത്ര എംപ്ലോയീസ് ഉണ്ട്, ആ മെമ്പർഷിപ്പ് എത്ര അംഗങ്ങൾ ഉണ്ടോ, ആ എംപ്ലോയീസിന് എല്ലാവർക്കും അവരുടെ ആ ഒരു മെമ്പർഷിപ്പിന്, അതായത് ഇപ്പോ ഇവിടെ സ്ഥിരമായിട്ട് വർക്ക് ചെയ്യുന്നവരാണെങ്കിൽ അവർക്ക് അതിനനുസരിച്ചിട്ടുള്ള ആനുകൂല്യങ്ങൾ കൊടുക്കുന്നു, PFും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കൊടുക്കുന്നു. മീൻസ് നമ്മൾ പറയും ഇപ്പൊ പെർമനന്റ് ആയിട്ടുണ്ടെങ്കിൽ ആ സ്റ്റാഫുകൾക്ക് ESIയും PF ഒക്കെ അനുവദിച്ചിട്ട് തരുന്നു. ദെൻ ഏഴാമത്തെ ഫീച്ചർ
statutory or voluntary. Employee benefit possess both characteristics of statutory as well as voluntary benefits. രണ്ട് ബെനിഫിറ്റ്സുകളാണ് നമ്മൾ കൊടുക്കുന്നത്. സ്റ്റാറ്റ്യൂട്ടറി ഉണ്ട്, വോളണ്ടറി ബെനിഫിറ്റ്സ് ഉണ്ട്. വോളണ്ടറി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ലീഗൽ ആയിട്ടൊന്നല്ല, ചിലവർ നമ്മൾ കൊടുക്കുന്നു, ചില കമ്പനികള്. എക്സാമ്പിൾ ആണ് കേട്ടോ. ട്രാൻസ്പോർട്ട് ബെനിഫിറ്റ് ഇസ് വോളണ്ടറി ബെനിഫിറ്റ്, വൈൽ പ്രൊവിഡന്റ് ഫണ്ട് ദാറ്റ് ഈസ് PF ഇസ് എ സ്റ്റാറ്റ്യൂട്ടറി. സ്റ്റാറ്റ്യൂട്ടറി എന്ന് പറഞ്ഞാൽ ലീഗൽ ആയിട്ട് അല്ലെങ്കിൽ നിയമപരമായിട്ട് നമ്മൾ കമ്പനി കൊടുക്കുന്നതാണ് സ്റ്റാറ്റ്യൂട്ടറി എന്ന് പറയുന്നത്. ഓക്കെ. വോളണ്ടറി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സ്വമേധയാ നമ്മൾ കൊടുക്കുന്നത്. ഇപ്പൊ കമ്പനി അവന് ഇഷ്ടമുണ്ടെങ്കിൽ ഓണർക്ക് കൊടുക്കാം, ചിലപ്പോൾ ട്രാൻസ്പോർട്ടിന് കൊടുക്കാം, OT കൊടുക്കാം. അതൊക്കെ ഓണറിന്റെ ഇഷ്ടത്തിനാണ് കൊടുക്കുന്നത്. പക്ഷെ സ്റ്റാറ്റ്യൂട്ടറി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിലോ അത് നമ്മൾ ലീഗൽ ആയിട്ട് നിയമപരമായിട്ട് നമ്മൾ കൊടുക്കുന്നതാണ്, PF പോലുള്ള ആനുകൂല്യങ്ങൾ. ഇപ്പൊ ലാസ്റ്റ് സെന്റൻസ് ഒന്ന് അണ്ടർലൈൻ ചെയ്ത് വെക്കാം കേട്ടോ. ട്രാൻസ്പോർട്ട് ബെനിഫിറ്റ് എന്ന് പറയുന്നത് വോളണ്ടറി ആണ്, PF എന്ന് പറയുന്നത് സ്റ്റാറ്റ്യൂട്ടറി ആണ്. അപ്പൊ ഏതെങ്കിലും ഒന്ന് അറിഞ്ഞു വെക്കണമല്ലോ നമ്മള്, എക്സാമിനുള്ള ചോദിക്കുകയാണെങ്കിൽ മനസ്സിലാക്കാം. ഓക്കെ. വോളണ്ടറി എന്ന് പറയുന്നത് നമ്മൾ കമ്പനി ഉടമസ്ഥ അല്ലെങ്കിൽ കമ്പനി ഉടമ സ്വമേധയാ അവന്റെ ഇഷ്ടത്തിന് നമുക്ക് കൊടുക്കുന്നതാണ്. ദെൻ സ്റ്റാറ്റ്യൂട്ടറി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിയമപരമായിട്ട് നമ്മൾ കൊടുക്കുന്നത്. ക്ലിയർ ആയോ? രണ്ട് ബെനിഫിറ്റ് എന്തൊക്കെയാണെന്ന്, സ്റ്റാറ്റ്യൂട്ടറി വോളണ്ടറി. മനസ്സിലായോ? വോളണ്ടറി എന്താണ്, സ്റ്റാറ്റ്യൂട്ടറി എന്താണ്? അണ്ടർലൈൻ ചെയ്തോ? ആ ലാസ്റ്റ് സെന്റൻസും അണ്ടർലൈൻ ചെയ്ത് വെക്കാം കേട്ടോ. ഫീച്ചേഴ്സ് ഒന്ന് കംപ്ലീറ്റ് ഒന്ന് വായിക്കണം കേട്ടോ. ഫീച്ചേഴ്സ് വായിച്ചു നോക്കുക. നിങ്ങൾ ആ മെയിൻ പോയിന്റ്സുകൾ പ്രധാനമായിട്ടും പഠിക്കുക. ബാക്കി പഠിക്കണ്ടെന്നല്ല ഞാൻ പറയുന്നത്, ഡാർക്കൻ ചെയ്തിരിക്കുന്നത് മെയിൻ ആയിട്ട് പഠിക്കുക. അതൊന്ന് അണ്ടർലൈൻ ചെയ്ത് പോയിക്കോളൂ കേട്ടോ. വായിക്കുമ്പോ ആ ഡാർക്കൻ ചെയ്തിട്ടുള്ള മെയിൻ പോയിന്റ്, അഡീഷണൽ ഫോം ഓഫ് കോമ്പൻസേഷൻ, ഇൻഡയറക്ട് കോമ്പൻസേഷൻ, cost for employers, then stimulate work interest, high standard of living, paid to all employees, statutory or voluntary. ആ പോയിന്റ്സുകൾ കൃത്യമായിട്ട് പഠിച്ചു വെക്കുക. ദെൻ ലാസ്റ്റ് പോയിന്റിൽ നമ്മൾ ആ വോളണ്ടറി ബെനിഫിറ്റും ദെൻ സ്റ്റാറ്റ്യൂട്ടറി ബെനിഫിറ്റും ഏതാണെന്ന് ഒന്ന് പഠിച്ചു വെക്കുക കേട്ടോ. വായിച്ചോളൂ, മനസ്സിലാക്കി വായിക്കണേ. കംപ്ലീറ്റ് ചെയ്തോ? ഫീച്ചേഴ്സ് കംപ്ലീറ്റ് ചെയ്യാനുള്ളവര് പെട്ടെന്ന് വായിക്കുക കേട്ടോ.
ഓക്കെ, കംപ്ലീറ്റ് ചെയ്തെന്ന് വിചാരിക്കുന്ന എല്ലാവരും. ഇനി നെക്സ്റ്റ് നോക്കാം. അപ്പൊ നമ്മൾ ഫീച്ചേഴ്സ് ആണ് നോക്കിയത്, എംപ്ലോയി ബെനിഫിറ്റ്സിന്റെ പ്രത്യേകതകൾ. ഇനി നമ്മൾ നെക്സ്റ്റ് നോക്കുന്നത് ഒബ്ജക്റ്റീവ്സ് ഓഫ് എംപ്ലോയി ബെനിഫിറ്റ്സ്. എംപ്ലോയി ബെനിഫിറ്റ്സിന്റെ ഒബ്ജക്റ്റീവ്സ്, ലക്ഷ്യങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. പോയിന്റ് ആണ് ഫസ്റ്റ് വൺ, ടു അട്രാക്ട് ദ മോസ്റ്റ് ടാലന്റഡ് ജോബ് സീക്കേഴ്സ്. മോസ്റ്റ് ടാലന്റഡ് ആയിട്ടുള്ള ജോബ് സീക്കേഴ്സിനെ അട്രാക്ട് ചെയ്യാന്ന്. എങ്ങനെ അട്രാക്ട് ചെയ്യുന്നു നോക്കാം. An organization which offers fringe benefits to its employee enjoys an outstanding reputation in the job market and places itself in a prestigious positions to attract the best talents. എന്താണ് പറയുന്നത്? അതായത് an organization which offers fringe benefits, അതായത് എംപ്ലോയീസിന് ഒരുപാട് ആനുകൂല്യങ്ങളൊക്കെ ഒരു കമ്പനി ഓഫർ ചെയ്യുന്നതാണ് അല്ലേ, വാഗ്ദാനം ചെയ്യുന്നത് ആ ഒരു കമ്പനിക്ക് കൂടുതൽ റെപ്യൂട്ടേഷൻ ഉണ്ടാക്കും. ഇപ്പൊ നിങ്ങൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇപ്പൊ സോഷ്യൽ മീഡിയാസിനും മറ്റും നിങ്ങൾ ഓരോ ജോബ് വേക്കൻസിയുടെ പരസ്യങ്ങൾ കാണാറില്ലേ? ആഡ് കൊടുത്തിരിക്കുന്നത് കാണാറുണ്ടോ? ഇപ്പൊ ഫേസ്ബുക്കിലാണെങ്കിലും അല്ലെങ്കിൽ നിങ്ങൾ വാട്സപ്പിലാണെങ്കിലും പല ഗ്രൂപ്പുകളിലൂടെയൊക്കെ ഷെയർ ചെയ്തൊക്കെ നമ്മൾ കാണാറുണ്ട്. എങ്ങനെയാ കൊടുക്കുന്നത്? സാലറി ഇത്ര എഴുതിയിട്ടുണ്ടാവും, പ്ലസ് ഇൻസെന്റീവ്, അതിന്റെ ഒപ്പം തന്നെ എന്താണ് PF, ESI എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ എഴുതിയിട്ടുണ്ടാവും, ഒരുപാട് എഴുതിയിട്ടുണ്ടാവും. അത് നമ്മൾ ശരിക്കും അട്രാക്ട് ചെയ്യുന്നതാണ്. അട്രാക്ട് ചെയ്യില്ലേ? ചെയ്യോ? അത്യാവശ്യം നല്ല സാലറി പ്ലസ് ഇൻസെന്റീവ് ഉണ്ട്, അതുപോലെ എന്താണ് PF, ESI എല്ലാ ആനുകൂല്യങ്ങളും നമ്മൾ അട്രാക്ട് ചെയ്യില്ല. അങ്ങനെയുള്ള ഒരു പോസ്റ്റർ നിങ്ങളുടെ കണ്ണിൽ പെടുകയാണെങ്കിൽ ദെൻ ആ കമ്പനിക്ക് റെപ്യൂട്ടേഷൻ കൂടുന്നു. റെപ്യൂട്ടേഷൻ എന്ന് വെച്ചാൽ എന്താണ്? പ്രശസ്തിയും കൂടും അല്ലെ? നമ്മൾ തന്നെ വിചാരിക്കില്ല ഈ കമ്പനി കൊള്ളാലോ, നല്ല കമ്പനി ആണല്ലോ, അത്യാവശ്യം നല്ല സാലറി പാക്കേജും ഉണ്ട്, അതോടൊപ്പം തന്നെ എന്താണ് എക്സ്ട്രാ ഇൻസെന്റീവും ബോണസും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടല്ലോ. അപ്പൊ നമ്മൾ തന്നെ പരസ്പരം ഇപ്പൊ നിങ്ങൾ കാണുമ്പോൾ നിങ്ങളുടെ ഫ്രണ്ട്സിനാണെങ്കിലും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാറുണ്ടോ? എനിക്ക് മാത്രം ജോബ് കിട്ടിയാൽ മതി എന്നാണോ? അല്ലെങ്കിൽ ഇതുപോലെ ജോബ് വേക്കൻസിയുടെ ഒക്കെ കാണുമ്പോൾ കൊടുക്കാറുണ്ടോ? ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്യാറുണ്ടോ? ആരും ചെയ്യാറില്ല. ചെയ്യാറില്ലേ? ഞാൻ മാത്രം പോയാൽ മതി, ഞാൻ പോയില്ലെങ്കിൽ ആരും പോകണ്ട, അങ്ങനെയാണോ? അല്ല, നമ്മൾ ഷെയർ ചെയ്തൊക്കെ കൊടുക്കും അല്ലെ? അപ്പൊ നമ്മൾ ഷെയർ ചെയ്ത് കൊടുക്കും തോറും ആ ഒരു കമ്പനിക്ക് ഒരു റെപ്യൂട്ടേഷൻ ആണത് അല്ലെ? നല്ല രീതിയിൽ അത്യാവശ്യം സാലറി പാക്കേജസുകളുണ്ട്, ഇൻസെന്റീവ്സ് ഉണ്ട്, എല്ലാം ഉണ്ടെങ്കിൽ അതൊരു പ്രശസ്തിയുമാണ്. അതുപോലെ തന്നെ ടാലന്റഡ് ആയിട്ടുള്ള ജോബ് സീക്കേഴ്സ് എന്ന് പറഞ്ഞാൽ ആരാണ്? ജോലി അന്വേഷിക്കുന്ന വ്യക്തികൾ അല്ലെ? പഠിച്ചൊക്കെ കഴിഞ്ഞിട്ട് ജോലിക്ക് വേണ്ടി കാത്തിരിക്കുന്ന ഒരുപാട് പേരുണ്ട് അല്ലെ? നമ്മൾ പല ഗൂഗിളിലാണെങ്കിലും പല ജോബിന് വേണ്ടിയിട്ടുള്ള പല ആപ്പുകളിലും പോയിട്ട് ജോലി അന്വേഷിക്കുന്ന ആളുകളെ ഇത് അട്രാക്ട് ചെയ്യും. ഇങ്ങനെ കാണുമ്പോൾ തന്നെ അല്ലെ? സാലറി ഉണ്ട്, ഇൻസെന്റീവ് ഉണ്ട്, ബോണസ് അല്ലെങ്കിൽ PA, DA ഇതൊക്കെ കാണുമ്പോൾ തന്നെ നമ്മൾ ഈ ജോബ് സീക്കേഴ്സിനെ പെട്ടെന്ന് അട്രാക്ട് ചെയ്യും. അപ്പൊ തന്നെ കുറെ കൺഫർമേഷൻ കോളുകൾ വരും അല്ലെ? നമ്മൾ അന്വേഷിക്കുമ്പോൾ ഇങ്ങനെ കാണുമ്പോൾ തന്നെ നിങ്ങൾ ചോദിക്കാറുണ്ടോ ജോലി നോക്കിയിരിക്കുന്നവരാരെങ്കിലും ഉണ്ടോ? നമ്മൾ അറ്റ്ലീസ്റ്റ് നിങ്ങൾ ജോലി നോക്കിയിരിക്കുന്ന ഒരു ടൈമില് ഇങ്ങനെ നല്ലൊരു ഓഫർ കാണുമ്പോൾ എന്താണെന്ന് അറിയാൻ വേണ്ടി നമ്മൾ അറ്റ്ലീസ്റ്റ് വിളിക്കാറില്ലേ? ഇത്രയും സാലറി ഉണ്ട്, ഇൻസെന്റീവ്, ബോണസ്, DA എന്നൊക്കെ കാണുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും? നമ്മളൊന്ന് ആകർഷിക്കും. ആ കമ്പനി കൊള്ളാലോ, അത്യാവശ്യം നല്ല കമ്പനിയാണെന്ന് തോന്നുന്നു അല്ലേ? അപ്പൊ നമ്മള് ജോബ് സീക്കേഴ്സിന് അത് കൂടുതലായിട്ടും ആ ഒരു ജോലിയിലേക്ക് അല്ലെങ്കിൽ ആ ഒരു കമ്പനിയിലേക്ക് നമ്മളെ ആകർഷിക്കുന്നു. ഇതാണ് ടു അട്രാക്ട് ദ മോസ്റ്റ് ടാലന്റഡ് ജോബ് സീക്കേഴ്സ് എന്ന് പറയുന്നത്. ഓക്കെ, ഒന്നാമത്തെ പോയിന്റ് എത്തോളോ? മനസ്സിലായോ എന്താണ് അട്രാക്ട് ചെയ്യുന്നതെന്ന്? റിപ്ലൈ ഒന്നും ഇല്ലല്ലോ. നിങ്ങൾ എന്ത് പറ്റി? കുറെ ആകെ കുറച്ചു പേരുള്ളൂ നമ്മുടെ ക്ലാസ്സില്, അതിൽ കുറെ പേര് ഉറങ്ങിയാണോ? ഇവിടെ ഉണ്ട് എല്ലാവരും ക്ലാസ്സിൽ തന്നെ. ഞാൻ പറയുന്നത് എന്തെങ്കിലും കേൾക്കുന്നുണ്ടോ? അല്ലെങ്കിൽ ക്ലാസ് വെച്ചിട്ട് ഉറങ്ങുന്ന ആൾക്കാരാണോ? അങ്ങനെയാണോ? നമ്മൾ ടീച്ചേഴ്സിന് മാത്രം നിങ്ങൾ കാണുന്നുള്ളൂ അല്ലെ? നിങ്ങൾ എന്ത് ചെയ്യുന്നതാണെന്നോ നിങ്ങൾ ക്ലാസ് കേൾക്കുന്നുണ്ടോ ഒന്നും നമുക്ക് കാണാൻ പറ്റുന്നില്ല. എങ്കിലും അതുകൊണ്ടാണ് ഇടയ്ക്ക് ഞാൻ ചോദിക്കുന്നത്, ഉറങ്ങണയാണോ ക്ലാസ്സിൽ ഇരുന്ന്? ക്ലാസ് വെച്ചിട്ട് ഉറങ്ങുന്ന ആൾക്കാരൊക്കെ ഉണ്ടാവേ? ഉണ്ടോ ഇവിടെ എല്ലാവരും ക്ലാസ്സിൽ തന്നെ? ഉണ്ടോ? ഉറങ്ങിയ ആൾക്കാരൊക്കെ എണീറ്റിട്ടുണ്ട് കേട്ടോ. യെസ്, എല്ലാവരും ഉണ്ട്. കുറച്ചേരൊക്കെ കിടന്ന് ഉറങ്ങുന്നുണ്ടെന്ന് തോന്നുന്നത്. കുഴപ്പമില്ല, ഉറങ്ങുന്ന ആൾക്കാരൊക്കെ പയ്യൊന്നും എണീറ്റോളൂ. കുറച്ച് സമയം കൂടെ ഉള്ളൂ, നമുക്ക് 1 hour ക്ലാസ് ഉള്ളൂ. എനിക്കറിയാം അത്യാവശ്യം നല്ല ഉറക്കം വരുന്ന ടൈമാണ്, ഫുഡൊക്കെ കഴിച്ച് ആ ഒരു ടൈമാണ് ഇല്ലേ? അപ്പൊ അത്യാവശ്യം ഉറക്കമൊക്കെ വരും. ഉറക്കമൊന്നും വരേണ്ട ആവശ്യമില്ല കേട്ടോ, കുഴപ്പമില്ല. നമുക്ക് എന്തായാലും പഠിക്കണമല്ലോ. കുറച്ച് നാളത്തെ കാര്യമല്ലേ ഉള്ളൂ, കുറച്ച് മാസം കഷ്ടപ്പെട്ടാല് അതിന് എന്തായാലും നമുക്ക് ഫ്യൂച്ചറിൽ ഫലം കിട്ടും കേട്ടോ. പിന്നെ ഇതിന്റെ ഇടയിൽ വർക്ക് ചെയ്യുന്നവരൊക്കെ ചേർന്നുണ്ടാകും, നമുക്കറിയാം, കുഴപ്പമില്ല.
അഡ്ജസ്റ്റ് ചെയ്യാം കേട്ടോ. ബുദ്ധിമുട്ടാണെങ്കിൽ കുഴപ്പമൊന്നുമില്ല, നിങ്ങൾ റെക്കോർഡ് ക്ലാസ് കാണാം. ദെൻ ക്ലാസ്സിൽ ഇരിക്കുന്നവരെ ക്ലാസ് കൃത്യമായിട്ടൊന്ന് കേൾക്കാം കേട്ടോ, ശ്രദ്ധിച്ച് അറ്റൻഡ് ചെയ്യാം. ഇടയ്ക്ക് നിങ്ങളോട് ചോദിക്കേണ്ടേ, നിങ്ങളോട് നമ്മൾ ക്ലാസ് മാത്രമാണ് എടുക്കുന്നത്, നിങ്ങളോടൊരു എന്താ പറയാ ഇന്ററാക്ഷനുള്ള ടൈം ഒന്നും നമുക്ക് ഈ 1 മണിക്കൂറിനുള്ളിൽ വരാറില്ല. മാക്സിമം നമ്മൾ നമ്മുടെ പോർഷൻസ് ആണ് കവർ ചെയ്യാൻ നോക്കുന്നത്. എങ്കിലും ഇടയ്ക്കൊന്നും നിങ്ങളോട് അങ്ങനെ ആൾക്കാരെയൊക്കെ ഒന്ന് തട്ടി വിളിച്ച് എണീപ്പിക്കണമല്ലോ. ഇപ്പൊ എല്ലാവരും എണീറ്റിട്ടുണ്ടെന്ന് വിചാരിക്കണം. ഉറങ്ങിയ ആൾക്കാരൊക്കെ എണീറ്റില്ലേ? എണീറ്റോ? ഇനി ആരെങ്കിലും എണീക്കാറുണ്ടെങ്കിൽ പെട്ടെന്ന് എണീറ്റോളൂ കേട്ടോ. ഓക്കെ, നമുക്ക് കണ്ടിന്യൂ ചെയ്യാം. ടു ബൂസ്റ്റ്, ഇനി രണ്ടാമത്തെ ഒബ്ജക്റ്റീവ് ആണ്. ടു ബൂസ്റ്റ് മോട്ടിവേഷൻ ഓഫ് എംപ്ലോയീസ്. എംപ്ലോയീസിന് നമ്മൾ മോട്ടിവേഷൻ കൊടുക്കുകയാണ്, ബൂസ്റ്റപ്പ് ചെയ്യുന്ന മോട്ടിവേഷൻ കൊടുക്കണം. Organization use fringe benefits as one of the techniques to boost morale of employees and to motivate them to work sincerely. Also, satisfied employee is a loyal employee. Loyalty builds long-term relationship between an employer and employee, which helps to reduce attrition rates. അതായത് നമ്മള് എംപ്ലോയീസിന് മൊറൈല് ഹൈ ബൂസ്റ്റ് മൊറൈൽ ആൻഡ് മോട്ടിവേറ്റഡ്. എംപ്ലോയീസിന് നമ്മൾ മൊറൈല് ഒരു മനോവീര്യം കൊടുക്കുന്നു, അതുപോലെ തന്നെ മോട്ടിവേറ്റ് ചെയ്യുകയാണ് എംപ്ലോയീസിനെ. ഓൾസോ സാറ്റിസ്ഫൈഡ് എംപ്ലോയീസ് എ ലോയൽ എംപ്ലോയി. അപ്പോൾ ഒരു കമ്പനിയിൽ നമ്മൾ വർക്ക് ചെയ്യുമ്പോൾ നമുക്ക് മോട്ടിവേഷൻ ഒക്കെ തരുന്നുണ്ട്, നമുക്ക് അത്യാവശ്യം സാലറിക്ക് പുറമെ ഇൻസെന്റീവ്സും കാര്യങ്ങളൊക്കെ നമുക്ക് ലഭിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ സാറ്റിസ്ഫൈഡ് ആയിരിക്കും അല്ലെ. ഈ സാറ്റിസ്ഫൈഡ് ആയിട്ടുള്ള എംപ്ലോയി എന്ന് പറഞ്ഞാൽ ലോയൽ എംപ്ലോയി ആയിരിക്കും. ലോയൽ എന്ന് വെച്ചാൽ എന്താണ്? വിശ്വസ്തനായിട്ടുള്ള ഒരു എംപ്ലോയി ആയിരിക്കും. ലോയാലിറ്റി ബിൽഡ്സ് ലോങ് ടേം റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ആൻ എംപ്ലോയർ ആൻഡ് എംപ്ലോയി. നമുക്ക് ആ ഒരു കമ്പനിയിൽ വിശ്വസ്തത ഉണ്ടെങ്കിൽ അവരുടെ നല്ലൊരു റിലേഷൻഷിപ്പ് നമുക്ക് കീപ്പ് ചെയ്യാനായിട്ട് സാധിക്കുന്നു. which helps to reduce attrition rate. എന്താ attrition rate എന്ന് വെച്ചാൽ ടേൺ ഓവർ ചെയ്യുന്നത് നമുക്ക് കുറയ്ക്കാമെന്ന്. ഈ ടേൺ ഓവർ എന്താണെന്ന് മനസ്സിലാവാത്തവരുണ്ടോ? ടേൺ ഓവർ ചെയ്യാന്ന് വെച്ചാൽ എന്താണ്? കമ്പനിയിൽ നിന്ന് കൊഴിഞ്ഞു പോവുക. നമുക്ക് പറ്റാണ്ടാവുമ്പോൾ നമ്മൾ ഒരു കമ്പനിയിൽ നിങ്ങൾ നിൽക്കുകയാണെന്ന് വിചാരിക്കാം, അവിടെ ഭയങ്കര വർക്ക് ലോഡ് ആണ്, അല്ലെങ്കിൽ ഭയങ്കര ഓവർ ടൈം വർക്കിംഗ് ഉണ്ട്. പക്ഷെ നമ്മൾ ഓവർ ടൈം നിൽക്കുന്നതുകൊണ്ട് നമുക്ക് യാതൊരു പ്രയോജനം ബെനിഫിറ്റ്സ് ഒന്നും ലഭിക്കുന്നില്ല എങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? നമ്മൾ അവിടെ തന്നെ പിടിച്ചു നിൽക്കുവോ? നമ്മൾ വേറെ എക്സ്ട്രാ നല്ലത് നോക്കില്ലേ? നിങ്ങൾക്ക് ബുദ്ധിമുട്ടാണെങ്കിൽ നിങ്ങൾ അവിടെ തന്നെ പിടിച്ചു നിൽക്കാനാണോ ശ്രമിക്കുന്നത്? നമ്മൾ നല്ല ഓപ്പർച്യൂണിറ്റി നോക്കും അല്ലെ? വേറെ കമ്പനികളിലായിട്ട് നമുക്ക് ഇന്റർവ്യൂവിനൊക്കെ അറ്റൻഡ് ചെയ്യും. ഇവിടെ പറയുന്നത് എംപ്ലോയീസ് സാറ്റിസ്ഫൈഡ് ആണെങ്കിൽ, അതായത് അവന് നല്ല സാലറിക്ക് പുറമേയുള്ള ആനുകൂല്യങ്ങളൊക്കെ ലഭിച്ചു, അവൻ സാറ്റിസ്ഫൈഡ് ആണെങ്കിൽ ആ ലോയാലിറ്റി ഉണ്ടാവും, കമ്പനിയുടെ ഒരു വിശ്വസ്തത ഉണ്ടാകും, അതുപോലെ തന്നെ നല്ലൊരു റിലേഷൻഷിപ്പ് കീപ്പ് ചെയ്യുന്നു. സോ അട്രീഷൻ റേറ്റ് കുറയും, കൊഴിഞ്ഞു പോക്കൊന്നും ഉണ്ടാവില്ല. അവന് നല്ലതാണെങ്കിൽ നമ്മൾ അവിടെ തന്നെ കംഫർട്ട് സോൺ ആണെങ്കിൽ എന്ത് ചെയ്യും? നമ്മൾ ആ കംഫർട്ട് സോണിന്റെ ഉള്ളിൽ തന്നെ പിടിച്ചു നിൽക്കും അല്ലേ? അവിടെ നിന്ന് നമ്മൾ കൊഴിഞ്ഞു പോകാനായിട്ട് ശ്രമിക്കില്ല എന്ന്. മനസ്സിലായോ? ബൂസ്റ്റ് മോട്ടിവേഷൻ ആൻഡ് എംപ്ലോയിൽ പറയുന്നത്, അതായത് എംപ്ലോയിക്ക് സാലറിയും കാര്യങ്ങളും കൊടുക്കുമ്പോ അവൻ സാറ്റിസ്ഫൈഡ് ആണ്, സോ ഒരു കൊഴിഞ്ഞു പോക്ക് ഉണ്ടാവില്ല എന്ന്, അവിടെ തന്നെ മാക്സിമം യൂട്ടിലൈസ് ചെയ്യാനായിട്ട് ശ്രമിക്കുന്നു. അട്രിഷൻ റേറ്റ് എന്ന് വെച്ചാൽ ടേൺ ഓവർ ആണ് കേട്ടോ, എഴുതി വെച്ചോളൂ കേട്ടോ സൈഡില്. ഇനി ടേൺ ഓവർ മനസ്സിലാവാത്തവരാണെങ്കിൽ കമ്പനിയിൽ നിന്നും കൊഴിഞ്ഞു പോവുക, അവിടെ നിന്ന് മറ്റൊരു കമ്പനിയിലേക്ക് മീൻസ് വേറെ ജോലി നോക്കുക എന്നൊക്കെ ഒരു മീനിങ് ആണ്. എംപ്ലോയി ടേൺ ഓവർ എഴുതി വെച്ചോളൂ കേട്ടോ സൈഡിൽ. അട്രിഷൻ റേറ്റ് എന്ന് വെച്ചാൽ എംപ്ലോയി ടേൺ ഓവർ, എംപ്ലോയി കൊഴിഞ്ഞു പോകുന്ന ഒരവസ്ഥ. ഓക്കെ, ഇനി മൂന്നാമത്തെ പോയിന്റ് നോക്കാം. ടു പ്രൊവൈഡ് ടാക്സേഷൻ ബെനിഫിറ്റ്സ്. യൂഷ്വലി ഫ്രിഞ്ച് ബെനിഫിറ്റ്സ് ആർ നോൺ ടാക്സബിൾ ഏർണിങ്സ്. ഇനി ഈ എംപ്ലോയി ബെനിഫിറ്റ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ടാക്സബിൾ അല്ല, നോൺ ടാക്സബിൾ ഏർണിങ്സ് ആണ് ഇൻ ഹാൻഡ്സ് ഓഫ് എംപ്ലോയി. ദിസ് ഈസ് എ ബെനിഫിറ്റ്സ് ഇൻ അഡീഷൻ ടു ഓൾ അതർ ബേസിക് ബെനിഫിറ്റ്സ്. നമ്മൾ സാലറിക്ക് പുറമെ അഡീഷൻ ആയിട്ട് കൊടുക്കുന്ന ബെനിഫിറ്റ്സുകളാണ്. സോ അത് നോൺ ടാക്സബിൾ ആയിരിക്കുന്നു. നോൺ ടാക്സബിൾ ആയിരിക്കുന്നത് സാലറിയിൽ വരുമ്പോഴാണ് ടാക്സും കാര്യങ്ങളൊക്കെ വരുന്നത്. അപ്പോ അത് ബേസിക് ബെനിഫിറ്റ്സിന് പുറമെ കൊടുക്കുന്നത് ആയതുകൊണ്ട് അത് നോൺ ടാക്സബിൾ ആണ്. Then to improve management labor relations, fringe benefits act as a compensatory mechanism to reduce dissatisfaction among workers regarding basic wages and incentives, thus
resulting in improved relationship between management and employees. മാനേജ്മെന്റും എംപ്ലോയീസും തമ്മിൽ നല്ലൊരു റിലേഷൻഷിപ്പ് കീപ്പ് ചെയ്യാനായിട്ട് സാധിക്കുന്നു. എങ്ങനെയാണെന്ന് നോക്കാം കേട്ടോ. അതായത് നമ്മള് എംപ്ലോയീസിന് നമ്മൾ എന്താണ് സാലറി കൊടുക്കുന്നു, സാലറിക്ക് പുറമെ പ്രോത്സാഹനങ്ങളൊക്കെ കൊടുക്കും, അതായത് ഇൻസെന്റീവ്സും കാര്യങ്ങളൊക്കെ കൊടുക്കുന്നത് ആ ഒരു ജീവനക്കാർക്കിടയിൽ നല്ലൊരു എന്താ പറയാ ഒരു ഗുഡ് റിലേഷൻഷിപ്പ് കീപ്പ് ചെയ്യുന്നു അല്ലെ. അതായത് ഇപ്പൊ സാലറി കൊടുക്കുന്നില്ല, സാലറി കൊടുക്കാനൊക്കെ ലേറ്റ് ആവേണ്ടതാണെങ്കിൽ എല്ലാ മാസവും സാലറി കൊടുക്കുന്നത് വളരെ ലേറ്റ് ആയിട്ടൊക്കെയാണ്, അല്ലെങ്കിൽ ഇൻസെന്റീവ് ഒന്നും കൊടുക്കുന്നില്ല എങ്കിൽ അവിടെ നല്ലൊരു റിലേഷൻ ആയിരിക്കുമോ? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ. നിങ്ങളൊരു കമ്പനിയിൽ വർക്ക് ചെയ്യണേ, നിങ്ങൾക്ക് കൃത്യസമയത്ത് സാലറി കിട്ടുന്നില്ല, നിങ്ങൾ എക്സ്ട്രാ ചെയ്യുന്നതിനുള്ള ഇൻസെന്റീവ് ഇല്ല, ഓവർ ടൈം ഇല്ല, ES ഇല്ല, PF ഇല്ല, ഒന്നും ഇല്ല എങ്കിൽ നല്ലൊരു റിലേഷൻ ആയിരിക്കും അവിടെ? ആണോ? ആയിരിക്കോ? ഞങ്ങൾക്ക് തന്നില്ലെങ്കിൽ കുഴപ്പമില്ല എന്ന് വിചാരിക്കും ആരെങ്കിലും? ഇല്ല അല്ലെ, ഒരിക്കലും ഇല്ല. സോ നമുക്ക് സാലറിയും സാലറിക്ക് പുറമെ ബെനിഫിറ്റ്സ് ഒക്കെ കൊടുക്കുന്നുണ്ടെങ്കിൽ മാനേജേഴ്സും എംപ്ലോയീസും തമ്മിൽ നല്ലൊരു റിലേഷൻ ആയിരിക്കും കീപ്പ് ചെയ്യുന്നത്. അടുത്ത പോയിന്റ് നോക്കാം. ടു പ്രൊമോട്ട്, വായിച്ചു നോക്കണം. അത്രയും 4 പോയിന്റ് വരെ നമ്മൾ എത്തിയിട്ട് വായിച്ചിട്ടില്ല. ഞാനത് പെട്ടെന്ന് വായിച്ച് പറഞ്ഞു പോയി. വായിച്ചു നോക്കിക്കോളൂ കേട്ടോ. ഫസ്റ്റത്തെ 4 പോയിന്റ് വായിക്കാം. പെട്ടെന്ന് ഞാനത് ഒരുമിച്ച് നമ്മൾ വായിച്ചു പോയി, കുഴപ്പമില്ല. ഇപ്പോൾ നമ്മൾ സ്പ്ലിറ്റ് ചെയ്തിട്ടാണല്ലോ വായിക്കുന്നത്, കുഴപ്പമില്ല, വായിച്ചോളൂ. ഒബ്ജക്റ്റീവ്സിലെ ഫസ്റ്റ് 4 എണ്ണം വായിക്കാം കേട്ടോ. എന്നിട്ട് നമുക്ക് അടുത്ത 3 പോയിന്റ് കൂടെ ഉള്ളൂ. ഓക്കെ. വായിച്ചോ ആദ്യത്തെ 4 ഒബ്ജക്റ്റീവ്സ്? ഓക്കെ, ഇനി 3 എണ്ണം കൂടി ഉള്ളൂ, അതും കൂടി നമുക്ക് വായിച്ചിട്ട് കംപ്ലീറ്റ് ചെയ്യാം. ഓക്കെ, ഇനി 5-മത്തത് നോക്കാം. ടു പ്രൊമോട്ട് കമ്പാനിയൻഷിപ്പ് എമംഗ് എംപ്ലോയീസ്. കമ്പാനിയൻഷിപ്പ് എന്ന് വെച്ചാൽ എന്താണ്? എംപ്ലോയീസിനിടയിൽ ഒരു സഹാനുഭൂതി. After friendship benefits are granted to all the employees without being linked to work performance, they promote companionship among employees. വർക്കിലെ പെർഫോമൻസ്, അതായത് ജോലിയിൽ അവന്റെ പെർഫോമൻസ് നോക്കാതെ they promote companionship among employees. എല്ലാ മെമ്പേഴ്സിനോടും ഒരുപോലെയാണ് നമ്മൾ എംപ്ലോയി ബെനിഫിറ്റ്സ് കൊടുക്കുന്നത്. അതായത് സഹാനുഭൂതിയോട് കൂടി തന്നെ എല്ലാവർക്കും കൊടുക്കുന്നു. അല്ലാതെ നമ്മള് ഒരാള് പെർഫോമൻസ് അവന്റെ മോശമാണ് അപ്പൊ അവന് PF കൊടുക്കണ്ട, അങ്ങനെയല്ല. അവന്റെ പെർഫോമൻസ് നോക്കാതെ, കണ്ടോ, വിത്തൗട്ട് ബീയിങ് ലിങ്ക്ഡ് ടു വർക്ക് പെർഫോമൻസ്, അവന്റെ വർക്ക് പെർഫോമൻസ് നോക്കാതെ അവൻ നമ്മൾ എന്ത് ചെയ്യുന്നു? എംപ്ലോയിക്ക് ബെനിഫിറ്റ്സുകൾ കൊടുക്കുന്നു. ദെൻ 6-മത്തെ പോയിന്റ്, ടു ആക്ട് ആസ് അഷുറൻസ് ഓഫ് കൺസേൺ. കൺസേൺ എന്ന് വെച്ചാൽ എന്താ? കൺസേൺ, ആശങ്ക അല്ലേ? ടു ആക്ട് ആസ് അഷുറൻസ് ഓഫ് കൺസേൺ. നോക്കാം കേട്ടോ. ഫ്രിഞ്ച് ബെനിഫിറ്റ്സ് അഷ്യൂർസ് employees that the management is bothered about their needs and difficulties. അതായത് മാനേജേഴ്സ് തങ്ങളുടെ ആവശ്യങ്ങളും അതുപോലെ ഡിഫിക്കൽട്ടീസ്, ബുദ്ധിമുട്ടുകളൊക്കെ മനസ്സിലാക്കുന്നുണ്ട്, അല്ലെങ്കിൽ തങ്ങളുടെ കൺസേൺസ്
മനസ്സിലാക്കുന്നുണ്ടെന്ന് ഫ്രിഞ്ച് ബെനഫിറ്റ്സ് നമുക്ക് ഒരു ഉറപ്പ് നൽകുന്നുണ്ട് അല്ലെ. ഇപ്പൊ നമ്മള് കമ്പനി നമുക്ക് PF തരുന്നു, ESI തരുന്നു, അല്ലെങ്കിൽ ഇൻസെന്റീവ്സ് ഒക്കെ തരുന്നു. അപ്പൊ നമ്മൾ തന്നെ ഓട്ടോമാറ്റിക്കലി എന്തായിരിക്കും എംപ്ലോയീസ് വിചാരിക്കുക, നമ്മുടെ ആവശ്യങ്ങളും നമ്മൾ ഇത്ര കഷ്ടപ്പെടുന്നത്, നമ്മൾ ജോലി ചെയ്യുന്നുണ്ടല്ലോ, അപ്പോ അവർക്ക് നമ്മളുടെ ആ ഒരു ഇതിൽ ആശങ്കയുണ്ട്, അതുകൊണ്ടാണല്ലോ നമുക്ക് PF ESI ഒക്കെ അവർ തരുന്നത് എന്നുള്ളൊരു കൺസേൺസ് നമ്മളിൽ ഉണ്ടാക്കുന്നു. അതാണ് ആക്ട് ആസ് അഷുറൻസ് ഓഫ് കൺസേൺ. ഉണ്ടാക്കുന്നില്ലേ, നമ്മൾ വർക്ക് ഓവർ ടൈം ചെയ്യുന്നുണ്ട്, അപ്പൊ നമുക്ക് OT തന്നു, അപ്പൊ നമ്മൾ സ്വാഭാവികമായിട്ട് ചിന്തിക്കും നമ്മൾ വർക്ക് ചെയ്യുന്നതിനനുസരിച്ച് നമുക്ക് സാലറിയും അതില് സാലറിക്ക് പുറമെ ബെനിഫിറ്റ്സുകളൊക്കെ നമുക്ക് തരുന്നുണ്ടല്ലോ, നമ്മളെ കുറിച്ച് ഒരു ചിന്തയുണ്ടല്ലോ. ഇനി നേരെ മറിച്ച് ഓപ്പോസിറ്റ് എന്ന് ആലോചിച്ച് നോക്കി, നമ്മൾ ആ കമ്പനിയിൽ കിടന്ന് രാവും പകലും നൈറ്റും ഓവർ ടൈം എല്ലാം വർക്ക് ചെയ്യുന്നുണ്ട്, നമുക്ക് യാതൊരു ബെനിഫിറ്റും ഇല്ല, ഒന്നി നമുക്ക് നിശ്ചയിച്ചിട്ടുള്ള ആ ഒരു ഫിക്സഡ് സാലറി മാത്രം തരുന്നുള്ളെങ്കിൽ നമ്മൾ അങ്ങനെ ചിന്തിക്കോ? നമ്മൾ നേരെ ഓപ്പോസിറ്റ് ആയിരിക്കും അല്ലെ. നമ്മൾ ഇത്രയും ചെയ്തിട്ടും കമ്പനി അവര് മാനേജ്മെന്റിന്റെ ഭാഗത്ത് നിന്ന് നമുക്ക് യാതൊരുവിധ സഹായവും ഇല്ല, ഇല്ലെന്ന് അങ്ങനെയല്ലേ നമ്മൾ പറയാം. ഇങ്ങനെയാണോ? ഇവിടെ പറയുന്നത് എന്താണ്, നമ്മളുടെ എന്താണ് എംപ്ലോയീസിന്റെ കൺസേൺസുകളും ഡിഫിക്കൽട്ടീസും അവന്റെ ബുദ്ധിമുട്ടുകളും അവന്റെ ആവശ്യങ്ങളും മാനേജേഴ്സ് മനസ്സിലാക്കുന്നുണ്ട്, കൺസേൺസ് മനസ്സിലാക്കുന്നുണ്ട്. ഓക്കെ, ലാസ്റ്റ് വൺ, ടു റെഡ്യൂസ് HR കോസ്റ്റ്. ഹ്യൂമൻ റിസോഴ്സിന്റെ ചെലവ് കുറയ്ക്കുന്നു. എങ്ങനെ കുറയ്ക്കുന്നു നോക്കാം കേട്ടോ. Since some of the fringe benefits like the same gift to all transportation and canteen facility. അതായത് നമ്മള് എംപ്ലോയീസിന് ട്രാൻസ്പോർട്ടേഷൻ ഫീസ് പേയ്മെന്റ് കൊടുക്കുന്നു, അതുപോലെ ക്യാൻറ്റീൻ ഫെസിലിറ്റി ചില കമ്പനിയിലൊക്കെ ആണെങ്കിൽ ഫുഡും അക്കോമഡേഷൻ ഒക്കെ നമ്മൾ അവർ പ്രൊവൈഡ് ചെയ്യുന്നു. ആർ ഡിസ്ട്രിബ്യൂട്ടഡ് കളക്റ്റീവ്ലി ടു ഓൾ ദ എംപ്ലോയീസ്. എല്ലാ എംപ്ലോയീസിനും ചിലപ്പോൾ ഫുഡും കാര്യങ്ങളൊക്കെ നമ്മൾ കമ്പനി തന്നെ പ്രൊവൈഡ് ചെയ്യുന്നു. The volume of the material or services involved in these benefits would significantly reduce cost because acquiring these products or services in bulk. അതായത് നമ്മൾ ഇപ്പോൾ കമ്പനിയിൽ ഓരോ സ്റ്റാഫിനുള്ള എല്ലാ എംപ്ലോയീസിനും നമ്മൾ ഇപ്പൊ ക്യാൻറ്റീൻ ഫെസിലിറ്റി, അതായത് ഫുഡ് പ്രൊവൈഡ് ചെയ്യുന്നു. ഇതെല്ലാം ബൾക്ക് ആയിട്ടാണ്, ഒരാൾക്കോ രണ്ടാൾക്കോ മാത്രമായിട്ടല്ല വാങ്ങിക്കുന്നത്, ബൾക്ക് ആയിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. ബൾക്ക് ആയിട്ട് ചെയ്യുമ്പോൾ കോസ്റ്റ് അവിടെ കുറയുന്നു, ചിലവ് കുറച്ച് ചുരുക്കാവുന്ന, അവിടെ കുറച്ച് റിഡക്ഷനും കാര്യങ്ങളൊക്കെ കിട്ടും. ഇപ്പൊ നമ്മള് യൂണിഫോം ഒക്കെ എടുക്കുമ്പോഴാണെങ്കിൽ ബൾക്കായിട്ട് ഒരുമിച്ചൊക്കെ എടുക്കുമ്പോൾ അവിടെ കുറച്ച് പേയ്മെന്റ്സിൽ വ്യത്യാസങ്ങളൊക്കെ ഉണ്ടാകും. ഇപ്പൊ നമ്മൾ ഒന്നോ രണ്ടോ എടുക്കുന്നതിൽ കൂടുതൽ അതിന് പുറമെ ഒരു 100 പേർക്കോ 200 പേർക്കോ ഒരുമിച്ചാണ് നമ്മൾ എടുക്കുന്നതെങ്കിൽ നല്ലൊരു എമൗണ്ട് നമുക്ക് അവിടെ ഒരു റിഡക്ഷൻ കിട്ടാറില്ലേ? കിട്ടില്ലേ? നമ്മൾ ഒരുമിച്ചൊക്കെ എടുക്കുമ്പോൾ യൂണിഫോമും അങ്ങനെയൊക്കെ നമ്മൾ ഒരുമിച്ച് എടുക്കുമല്ലോ. അപ്പൊ ഇവിടെ പറയുന്നത് അങ്ങനെ തന്നെയാണ്. ഇപ്പൊ ഫുഡും ഇതുപോലെ ക്യാൻറ്റീൻ ഫെസിലിറ്റി എന്ന് പറഞ്ഞാൽ ഫുഡൊക്കെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ഇത്ര സ്റ്റാഫിന്, ചിലപ്പോൾ കമ്പനിയിലെ മൊത്തത്തിലുള്ള എല്ലാ സ്റ്റാഫുകളും ഒരുമിച്ചാണ് അത് പ്രൊവൈഡ് ചെയ്യുന്നതെങ്കിൽ നമ്മളത് ബൾക്കായിട്ടാണ് എടുക്കുന്നത്. അപ്പൊ ബൾക്കായിട്ട് എടുക്കുമ്പോൾ നമുക്ക് ഓരോരുത്തർക്കുള്ള ഒരു പെർ ഹെഡിനുള്ള അല്ലെങ്കിൽ എന്താണ് ആ ഒരു പെർ കോസ്റ്റ് നമുക്ക് അവിടെ കുറയ്ക്കാനായിട്ട് സാധിക്കുന്നത്. ഓക്കെ, അപ്പൊ ഒബ്ജക്റ്റീവ്സ് ഓഫ് എംപ്ലോയി ബെനിഫിറ്റ്സ് നമ്മൾ ഏതൊക്കെയാണ്? ഫസ്റ്റ് വൺ, ടു അട്രാക്ട് ദ മോസ്റ്റ് ടാലന്റഡ് ജോബ് സീക്കേഴ്സ്, to boost motivation and employees, to provide taxation benefits, to improve management labor relations, to promote companionship among employees, to act as assurance of concern, to reduce HR cost. ലാസ്റ്റത്തെ മൂന്നെണ്ണം ഒന്ന് വായിച്ചു നോക്കണേ. ലാസ്റ്റത്തെ മൂന്നെണ്ണം വായിച്ചു നോക്കാം കേട്ടോ.
അയച്ച പോയിന്റ്സുകൾ ഒബ്ജക്റ്റീവ്സ്. ഓക്കെ, അപ്പോ നമ്മളിന്ന് പുതിയൊരു ചാപ്റ്റർ ആണ് സ്റ്റാർട്ട് ചെയ്തത്. എംപ്ലോയി ബെനിഫിറ്റ്സ് എന്ന് പറഞ്ഞൊരു ചാപ്റ്റർ ആണ്. അപ്പൊ എന്താണ് എംപ്ലോയി ബെനിഫിറ്റ്സ് എന്ന് കണ്ടു. ഇതിന് 3 ഡെഫിനിഷൻസ് ആണ് പഠിച്ചത്. പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മൾ എംപ്ലോയി ബെനിഫിറ്റ്സിന്റെ ഫീച്ചേഴ്സുകൾ പഠിച്ചു. ദെൻ ലാസ്റ്റ് വൺ എംപ്ലോയീസ് ബെനിഫിറ്റ്സിന്റെ ഒബ്ജക്റ്റീവ്സുകൾ. ഇത്രയാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ എടുത്തത്. എടുത്തത്ര ക്ലിയർ ആണ് എല്ലാവർക്കും? മനസ്സിലായോ? ഒരുപാട് സ്പീഡിലൊന്നല്ല നമ്മൾ പോയിരിക്കുന്നത്, നമ്മൾ നോർമൽ സ്പീഡിൽ തന്നെയാണ്. ദെൻ സ്പ്ലിറ്റ് ചെയ്തിട്ടാണ് നമ്മൾ വായിച്ചു പോകുന്നത്. ഇടുത്തത്രയും ക്ലിയർ ആണോ? ഓക്കെ ആണോ? ഇനി നമുക്ക് നെക്സ്റ്റ് വരുന്നത് പ്രിൻസിപ്പിൾസ് ഓഫ് എംപ്ലോയി ബെനിഫിറ്റ്സ് ആണ്. അപ്പൊ ഫീച്ചേഴ്സും ദെൻ ഒബ്ജക്റ്റീവ്സും കഴിഞ്ഞിട്ട് നെക്സ്റ്റ് വരുന്നത് പ്രിൻസിപ്പിൾ ആണ്. നമുക്ക് ഇനി നെക്സ്റ്റ് ക്ലാസ്സിൽ പ്രിൻസിപ്പിൾ എടുക്കാം. നെക്സ്റ്റ് ക്ലാസ്സിൽ മതിയല്ലോ, നമുക്ക് ടൈം ആയിട്ടുണ്ട് ക്ലാസ്സിന്റെ. ഓക്കെ, ദെൻ ഇനി എന്തെങ്കിലും സംസാരിക്കാൻ, എന്തെങ്കിലും പറയാനുണ്ടോ? പഠനമൊക്കെ എങ്ങനെ പോകുന്നു? പഠിക്കുന്നുണ്ടോ? മോക്ക് ടെസ്റ്റ് ഒക്കെ അറ്റൻഡ് ചെയ്യണമെങ്കിൽ കൃത്യമായിട്ടും ഉണ്ടോ? ഒന്നും മിണ്ടണില്ല എല്ലാവരും. സംസാരിക്കാനുള്ള ടൈമാണ് കേട്ടോ. എന്തെങ്കിലും നിങ്ങൾക്ക് ചോദിക്കാനുണ്ടോ? നമ്മളങ്ങനെ എന്താ പറയാ, ഇന്ററാക്ഷൻ അങ്ങനെ വന്നിട്ടില്ല ഇതുവരെ. ഓക്കെ ആണോ എല്ലാവരും? ക്ലാസ്സുകളൊക്കെ ഓക്കെ ആണോ? ഓക്കെ, ഞാൻ മ്യൂട്ട് മാറ്റിയിട്ടുണ്ട് കേട്ടോ. നിങ്ങൾക്ക് എന്തെങ്കിലും സംസാരിക്കണമെങ്കിൽ സംസാരിക്കാം. എന്തെങ്കിലും അഭിപ്രായങ്ങളോ എന്തെങ്കിലും പറയാനുണ്ടോ? ഒന്നുമില്ല. ഓക്കെയാണ്. അപ്പൊ ഓക്കെ, നന്നായിട്ടൊക്കെ പഠിക്കുക. ദെൻ നെക്സ്റ്റ് ക്ലാസ്സിൽ നമുക്ക് പ്രിൻസിപ്പിൾ എടുക്കാം. ഓക്കെ, താങ്ക് യു ഓൾ. Thank you, Miss.